അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പൈത്തണിൽ വേരിയബിളൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയില്ലേ? വേരിയബിൾ എങ്ങനെ ഉണ്ടാക്കുക? ജസ്റ്റ് വേരിയബിൾ നെയിം. ജസ്റ്റ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. അത് തന്നെ പോയിന്റ് ഉള്ള സംഖ്യകൾ, പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ കൊടുക്കുക. ഇപ്പോൾ 10 കൊടുക്കുക, അല്ലെങ്കിൽ 10.5. അത് 2 ടൈപ്പ് നമ്പേഴ്സാണ്. അല്ലെങ്കിൽ സ്ട്രിങ് കൊടുക്കുക. സ്ട്രിങ് കൊടുക്കുമ്പോൾ ഡബിൾ കോഡ്സിൻ്റെ അകത്തോ സിംഗിൾ കോഡ്സിൻ്റെ അകത്തോ കൊടുക്കുക. ഇതിപ്പോൾ സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് ഞാൻ കൊടുത്ത് ഞാനിവിടെ ജസ്റ്റ് കൊടുത്ത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കാം, പ്രശ്നമില്ല. ഇനി ഇത് മാത്രമല്ല, 2 ബൂളിയൻ വാല്യൂസും ഉണ്ട്, ഫോൾസ് ഓർ ട്രൂ. അപ്പോൾ അതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള എന്താ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഇതിൽ നേരത്തെ എന്താ നമ്മൾ ഒരു വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാനിവിടെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വേരിയബിൾ പേര് പറഞ്ഞ് ഒരു സ്പേസ് വിട്ടിട്ടാണ് ഇത് എഴുതുന്നത്. ഈ റീസൺ എന്താ വെച്ചാൽ ഇതൊരു നമ്മൾ നല്ലൊരു ഗുഡ് കോഡ് ഫോർമാറ്റിങ് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും നേരെ എടുത്തിട്ട്. പക്ഷെ നമുക്ക് കോഡ് വായിക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ വലിയ കോഡൊക്കെ ആകുമ്പോൾ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കാണാൻ കുറച്ചൊരു വൃത്തിയുണ്ടാവും. നമ്മൾ അതിൽ വർക്ക് ചെയ്യണ്ടല്ലേ കുറേ കാലം, വേറെ ഇതൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നേരത്തെ ആദ്യത്തെ വെച്ചാൽ എന്താ, ഇപ്പം ഏജ് കൊടുത്ത് ഏജ് ഇങ്ങനെ കൊടുക്കാം, ഇതിൽ പ്രശ്നമില്ല, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസമെല്ലാം നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഏജിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. ഏജീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെയാണ് 2 സ്ട്രിങ്ങിനെ കൂട്ടുക, ജസ്റ്റ് പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അവിടെയൊക്കെ ഞാൻ ഈ സ്പേസ് ഫോളോ ചെയ്യുന്നുണ്ടേ ഇതിൻ്റെ ഇടയിൽ. അത് നല്ല പ്രാക്ടീസാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എററൊന്നും ഉണ്ടാവില്ല. ശരി, കോഡ് വായിക്കാനൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് പ്ലേ അടിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏജീസ് 18 വരുന്നുണ്ട്, അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഇതിന് ഇങ്ങനെയാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്പറായിട്ടുള്ളത്, കോഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്പറാണ്. അപ്പം നമ്പറിന് നമുക്കിങ്ങനെ നേരെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ വരും, കാണിച്ചാൽ വാല്യൂ എറർ, ഇവിടെ സോറി ടൈപ്പ് എറർ. അപ്പോൾ ഇവിടെ സ്ട്രിങ്ങിൻ്റെ കൂടി നമ്പറിന് ആഡ് ചെയ്യാൻ പറ്റില്ല. അവന് പറയുന്നത് ഇത് സ്ട്രിങ് ആണ്, ഇത് നമ്പറാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ജസ്റ്റ് എന്താ str കൊണ്ട് റാപ്പ് ചെയ്യും, എന്ന് വെച്ചാൽ ഇതിനെ ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇനി ഇതിന് പകരം ഇങ്ങനെ 18 എന്ന് കൊടുക്കുന്നതുകൊണ്ട്. പക്ഷേ str കൊണ്ട് റാപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള സാധനം എന്താ ഒരു ഇൻറ്റിജർ ആയിരിക്കും, നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 18 നമ്മൾ എന്താ സ്ട്രിങ് ആയിട്ട് മാറ്റി. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഇങ്ങനെ 18 കൊടുക്കുന്നത് അതേ രൂപത്തിലാക്കി മാറ്റിയിട്ട് ഇങ്ങനെ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എറർ ഉണ്ടാവില്ല, കറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരിയബിളിനകത്ത് ഈ ഏജ് മേൽ നമ്മൾ വേറെ കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട്. കാൽക്കുലേഷൻ വെച്ചാൽ നമ്പർ മേലുള്ള കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏജ് 18 വലുതാണെന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്താ 10 വലുതാണെന്ന് നോക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത് സ്ട്രിങ് ആണെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, കാരണം സ്ട്രിങ്ങും നമ്പറും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ കേസിലൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്പറായിട്ട് തന്നെ വേരിയബിൾ വരണം. അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ str കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്ലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ എത്ര സ്ട്രിങ്ങിനെ വേണമെങ്കിലും ഇങ്ങനെ ഒരു എന്താ കൂട്ടി 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 വലിയ സ്ട്രിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ അകത്ത് നമ്മൾ വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരു രീതി ഇങ്ങനെയാണ്, ഈ സ്ട്രിങ് വെച്ചിട്ട് നമ്മൾ പ്ലസ് ഇട്ടിട്ട് കമ്പൈൻ ചെയ്യുന്ന രീതി. അപ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? പ്ലസ് ഇട്ട് str കൊണ്ട് മാറ്റി പണിയല്ലേ? എന്താ അഭിപ്രായം? കോമട്ടുള്ളത് കണ്ടിന്യല്ലോ. പറയാം. അപ്പോൾ ആ കേസിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ വേരിയബിളിൻ്റെ വാല്യൂ സ്ട്രിങ്ങിനകത്ത് വരുന്ന കേസ് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏജ് മാത്രമല്ല, അന്നത്തെ പോലെ തന്നെ നെയിം കൊടുക്കണം. ഇപ്പം നെയിം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് അലക്സും കൊടുക്കണം, ഏജും കിട്ടി. അതിനെന്താ സാലറി കിടക്കട്ടെ, അന്നത്തെ തന്നെ കിടക്കട്ടെ, അത്ര ഇങ്ങനെ കൊടുത്ത്. ഇനി നമുക്കിത് നോർമലി നമ്മളിങ്ങനെ ചെയ്യാം, മൈ നെയിം ഈസ് and
ages. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ കഷ്ണമായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പ്ലസ് ഇട്ടിട്ടാണ് ചെയ്ത്. ഇപ്പോൾ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മൈ നെയിം ഈസ് അലക്സ്, മൈ ഏജ് ഈസ് 18, മൈ സാലറി. അപ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പണിയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പേസ് മര്യാദയ്ക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് ഫോർമാറ്റ് പോകും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈസ് കഴിഞ്ഞിട്ട് സ്പേസ് ഇടാൻ മറന്നുപോയി. അങ്ങനെ കഴിഞ്ഞാൽ ഈസ് അലക്സ് പെട്ടെന്ന് ഒരുമിച്ച് വരും. അപ്പോൾ അങ്ങനെയൊക്കെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൽ നല്ലൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിൽ നല്ലൊരു പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ പൈത്തൻ്റെ അകത്ത് അതിനെ ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് വിളിക്കും. നമ്മൾ സ്ട്രിങ് എങ്ങനെ ഉണ്ടാക്കുക? സ്ട്രിങ് ജസ്റ്റ് ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളൊരു എഫ് എന്നിട്ട് കൊടുക്കാം. ഈ എഫ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ട്രിങ് പിന്നെ ഫോർമാറ്റഡ് സ്ട്രിങ് ആണ്. അപ്പോൾ ഫോർമാറ്റഡ് സ്ട്രിങ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ട്രിങ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഡബിൾ കോട്ട്സ് ആണെങ്കിൽ ഡബിൾ കോട്ട്സ്, സിംഗിൾ കോട്ട്സ് ആണെങ്കിൽ സിംഗിൾ കോട്ട്സ്, അതിൻ്റെ മുമ്പിൽ എഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തല്ല, മുമ്പിൽ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സാധാ സ്ട്രിങ്ങിൽ കൊടുക്കുമ്പോൾ തന്നെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്തും കൊടുക്കാം. മൈ നെയിം ഈസ് ഇനി ഇതിൻ്റെ എന്താണ് ഈ എഫ് ഇട്ടതുകൊണ്ടുള്ള കാര്യം എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇതിനകത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പൈത്തണിലുള്ള ഏത് വേരിയബിളിൻ്റെ വാല്യൂ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ കേളി ബ്രേസിൻ്റെ അകത്ത് എഴുതി കൊടുത്താൽ മതി. കണ്ടോ, എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനത്തിനെ മാറ്റിയിട്ട് ഈ നെയിമിൻ്റെ വാല്യൂ എന്താണുള്ളത്, ഇപ്പോൾ ഇവിടെ അലക്സ ഉള്ളത്, അപ്പോൾ അത് അലക്സ ആണെന്ന് നമ്മൾ ആൻഡ് മൈ ഏജ് അതേപോലെ തന്നെ ഏജ് കൊടുക്കാം. കണ്ടോ, ഇവിടെ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. മൈ നെയിം ഈസ്, എന്നിട്ട് നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ, ആൻഡ് ഇവിടെ ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രിങ്ങിൻ്റെ മുമ്പ് എഫ് എന്നിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, നേരത്തെ അതേ ഔട്ട്പുട്ട് തന്നെയാണ്. നേരത്തെ പോലെ ഒരുപാട് പ്ലസ് ഇട്ടിട്ട് നമ്മൾ സ്പേസ് ഒപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനം ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരത്തെ ആണെങ്കിൽ നമ്മൾ STR കൊണ്ട് റാപ്പ് ചെയ്തിട്ടൊക്കെ പ്ലസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഇവിടെ ഒന്നും വേണ്ട, നമുക്ക് നേരെ വേരിയബിളിൻ്റെ വാല്യൂ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിതിനെ ആദ്യം മറ്റേത് പഠിപ്പിച്ച ഇത് പറഞ്ഞാൽ പോയാലോന്ന്? പക്ഷെ അവിടെ കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും, ആ പ്ലസിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇനി നിങ്ങൾ ഇങ്ങനത്തെ പ്രിൻറ്റിങ് വരുമ്പോൾ വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റിൻ്റെ അകത്ത് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ രൂപത്തിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മളിവിടെ ഇപ്പോൾ നെയിമിൻ്റെ വാല്യൂ എന്താ ഇപ്പോൾ അതിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് സംഭവം മാറിക്കോളും. കണ്ടോ, അപ്പോൾ ഈ സാധനമൊക്കെ ക്ലിയർ അല്ലേ? നിങ്ങൾ മൈക്കൊന്നിട്ടുണ്ടല്ലോ ഞാൻ. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ ഈഫെൽസ്, അതേപോലെ തന്നെ ഈഫെൽസിൻ്റെ ആ ഒരു സംഭവമൊക്കെ ലോജിക്കൊക്കെ എല്ലാവർക്കും ഓക്കെയാണോ? ഈഫ്, എലീഫ്, എലിഫെൽസ്, ആ സാധനം അത് റെഡിയാണ്. ബാക്കി എല്ലാവരുടെ അവസ്ഥ എന്താ? അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കോഡ് തുടങ്ങാം. ഇപ്പം നമ്മളോട് ഒരു യൂസറെ ഏജ് വാങ്ങാൻ പറയാണ്. അപ്പോൾ നമ്മൾ ഏജ് എങ്ങനെ വാങ്ങാം? ഒരാളെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഇതിലേക്ക് നമ്പറായിട്ട് കിട്ടണം ഏജ്. നമ്മളങ്ങനെ എടുക്കുക. ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ടിൻ്റെ അകത്ത് നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഏജ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഏജ് വാങ്ങി. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. നമ്മൾ ഏജ് 18-ൻ്റെയും അതേപോലെ തന്നെ 60-ൻ്റെയും ഇടയിലാണോ നോക്കുക. അങ്ങനെയാണ്, ജസ്റ്റ് ആ ചാറ്റിൽ ഇട്ടാൽ മതി. നമ്മളിവിടെ കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. ഏജ് 18-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ, രണ്ടും ഇൻക്ലൂഡഡ് ആണ്. 18 വയസ്സും 60 വയസ്സും ഇൻക്ലൂഡഡ് ആണ്. 18-ൻ്റെ 60-ൻ്റെ ഇടയിൽ നമ്മളവിടെ എന്തെങ്കിലും കൊടുത്തിട്ട്
എന്തെങ്കിലും കൊടുക്കാം. 18 to 60 കൊടുക്കാം. നിങ്ങൾ ഇവിടെ ഉള്ള ഈ കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടതെന്ന് പറയണ്ട, ആരെങ്കിലും ചാറ്റിൽ ഇട്ടാൽ മതി. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ആ അങ്ങനല്ലേ? അതെ അതെ, അതേപോലെ തന്നെ 18-ൻ്റെയും 60-ൻ്റെയും. അവിടെ ഷാനായാസ്മിൻ പറയില്ലേ, അവിടെ 18 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? 18 അതിന് 60-നേക്കാളോ ഈക്വലോ എന്താ വലുതോ ആണ്. അങ്ങനെയല്ലല്ലോ, നമ്മൾ വേരിയബിളിന്റെ വാല്യൂ ആണ് നോക്കുന്നത്, ഏജിന്റെ വാല്യൂ. അതെ, ഉമയ്യട്ടല് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്ന് 18-നേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം, രണ്ടാമത്തത് 60-നേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഒന്നുകിൽ 18-നേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം, അല്ലെങ്കിൽ 60-നേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ആദ്യം നമ്മൾ 18-നേക്കാളും വലുതോ ഈക്വലോ ആണെന്ന് എങ്ങനെ നോക്കാം? ഏജ് 18-നേക്കാളും വലുതോ ഈക്വലോ, നമുക്ക് എഴുതാനോ ഈക്വലിന് കൊടുക്കാം. എത്രയാ? 18 അല്ലേ? എന്താടാ ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്? തന്നെ. അപ്പോൾ ഒന്നാമത്തെ കേസ് കിട്ടി. ഈ കേസിൽ 18-നേക്കാളും വലുതോ ഈക്വൽ ആയ എല്ലാ ഏജുകളും വരും. ഇപ്പോൾ ഇവിടെ 18 വരും, 19 വരും, 20 വരും, 60 വരും, 61 വരും, 62 വരും, അങ്ങനെ മേലോട്ടുള്ള ഏതും വരും. അപ്പോൾ നമുക്കത് മാത്രം പോരാ. അത് മാത്രമല്ല, 60-നേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വരുന്നത്? ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് 18-നേക്കാളും വലുതോ ഈക്വൽ ആവണം, രണ്ടാമത്തെ 60-നേക്കാളും ചെറുതോ ഈക്വൽ ആവണം. ഈ 2 കണ്ടീഷനും ശരിയായാലും മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു 18 മുതൽ 60 വരെ എന്നല്ലേ പറഞ്ഞത്. 18-നേക്കാളും വലുതോ ഈക്വൽ ആവണം, 60-നേക്കാളും ചെറുതോ ഈക്വൽ ആവണം. അപ്പോൾ ഇത് 2 കണ്ടീഷനും ഒരുമിച്ച് ശരിയായാലും മാത്രമേ ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ശരിയാകുന്ന കേസിനാണ് നമ്മൾ ആൻഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൻഡ് ഗേറ്റിലാണെങ്കിൽ 2 ഇൻപുട്ട് ട്രൂ ആയാലും മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ, അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേറ്ററിൽ എങ്ങനെ ആയാലും നിങ്ങൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് എന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നോക്കാം. ആ ലോജിക്ക് മനസ്സിലായില്ലേ ആൻഡിങ്ങിൻ്റെ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ അല്ലേ ഉമ്മയെ ഇവിടെ ഇതിട്ടില്ല. ആ ശരി. റെക്കോർഡ് ചെയ്യണ്ടോ നീ? ആ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഉമ്മയെ ഇവിടെ ഇട്ടില്ല. ഇവിടെ ഇട്ടത് നമ്മുടെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. പക്ഷേ പൈത്തണിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇവിടെ നോക്കുന്നത് 18 ലെസ് ദാൻ 60 എന്ന് പറയുന്ന സമയത്ത് ഇത് ഇതേപോലെ തന്നെ നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കും. ജസ്റ്റ് അല്ലെങ്കിൽ ഇതേ നമ്മൾ യൂഷ്വലി ചെയ്യുക, ഒരു റേഞ്ചിൻ്റെ അകത്ത് നോക്കേണ്ട സമയത്ത് നമ്മൾ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് എടുക്കും. ഇവിടെ ലോവർ ബൗണ്ട് 18 അപ്പർ ബൗണ്ട് 60. അപ്പോൾ ആദ്യം നമ്മൾ ലോവർ ബൗണ്ടിനേക്കാളും മേലോ ഈക്വലും, അതുകൊണ്ട് തന്നെ ഏജ് ലോവർ ബൗണ്ടിനേക്കാളും മേലോ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കൊടുത്തത്. ഇനി അപ്പർ ബൗണ്ടിൻ്റെ താഴോ ഈക്വലോ നോക്കാം. ആ കേസിൽ അതുകൊണ്ടാണ് നമ്മൾ 60-നേക്കാളും ചെറുതോ ഈക്വലാണ് നോക്കിയത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ആൻഡ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, പിന്നെ നമ്മൾ എക്സ് ഓർ അതൊന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് നമ്മൾ ഏറ്റവും യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ആൻഡ് ഓർ മാത്രമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കോഡ് ചെയ്തുണ്ടാക്കുമ്പോൾ. അപ്പം ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല, ഒരുപാട് കേസുകൾ വേറുണ്ട്. ഇപ്പോൾ ഏജിൻ്റെ കേസ് തന്നെ ആണെന്നില്ല. ഇപ്പം എന്താ നമ്മൾ ഒരാൾ കേരളത്തിൽ നിന്നുള്ളതാണോ, എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ ആൻഡ് കോഴിക്കോടുള്ളതാണോ ആൻഡ്, അങ്ങനെ കുറേ കേസുകൾ വേണമെങ്കിൽ വരാം. അപ്പോൾ അത് നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ ഓറൊക്കെ മിക്സ് ആക്കിയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈഫിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കേസുകൾ ചെക്ക് ചെയ്യുന്നത്. ആ കൺസെപ്റ്റിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഇല്ലടാ, ഇല്ല അതൊക്കെ. അതല്ല, ഈ ഈഫിന്റെ കൂടെ റേഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ചെയ്ത അവിടെ കാര്യം. റേഞ്ചിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. റേഞ്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഈഫിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈഫിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ബോഡി ഉണ്ടാവും, കുറേ എന്തെങ്കിലും ഉണ്ടാവും, ഇനി ചിലതിൽ എലീഫ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ അകത്ത് അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, പിന്നെയും കുറേ ബോഡി ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ കുറേ ആയ അവസാനം ചിലത് എൽസ് ഉണ്ടാവും, എൽസിന് ഒരു ബോഡി ഉണ്ടാവും. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എക്സിക്യൂട്ട് ഉള്ളൂ സെലക്റ്റീവായിട്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. ഞാൻ പറയുകയാണ് നിങ്ങളോട് യൂസറെ കയ്യിൽ നിന്ന് ഒരു ഡേ വാങ്ങാം. അപ്പോൾ 1, 2, 3 to 7 വരെയുള്ള. അപ്പോൾ എന്നിട്ട് 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ, അങ്ങനെ 7 ആണെങ്കിൽ എന്താ ഇപ്പോൾ മൺഡേ സൺഡേ കൊടുക്കുക 7 ആണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതാം? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. നമ്മൾ യൂസർ ആയിരുന്നു നമ്പർ വാങ്ങും 1 മുതൽ 7 വരെയുള്ള. കേൾക്കണില്ലേ? കേൾക്കും. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഡേ ഈക്വൽ ടു ഇൻഡ് അംജദ് ഇൻപുട്ട്. ഈ ഉണ്ടല്ലോ ഈ നേരത്തെ പറഞ്ഞു. വേറെ ആരെങ്കിലും പറയട്ടെ. പിന്നെ ആരോടെങ്കിലും പറയാൻ പറയരുത്. എന്നാ നേരെ പറയല്ലേ? ശരിയാ. ആരപ്പോ മേലെ തന്നെ പറഞ്ഞ അഫ്നെ കേൾക്കണില്ലേ? പോയോ? പിന്നെ എന്നോടാ ഞാൻ അഫ്നേനാ ഈ പറ അല്ലേ? ആരോട്? അഫ്നേനോട് തന്നെ പറഞ്ഞ. അഫ്ന പോയി. ഓക്കെ. അഫ്ന വന്നു. അഫ്ന കേൾക്കുന്നില്ലേ? ആ ലോജിക്ക് മനസ്സിലായോ? എന്നാൽ എന്താ വീക്ക് ഡേ നമ്മൾ 1 മുതൽ 7 വരെയുള്ള ഒരു സംഖ്യ ചോദിക്കാം. 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ. അതൊന്ന് എങ്ങനെയാ കോഡിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചാറ്റിലിട്ട് എങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ കോഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരുമോ? നമ്മൾ 1 മുതൽ 7 വരെയുള്ള ഒരു സംഖ്യ ചോദിക്കും യൂസറായി നിന്ന്. എന്നിട്ട് 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ, അങ്ങനെ 7 ആണെങ്കിൽ ഞായർ അഥവാ സൺഡേ വരുന്ന രൂപത്തിൽ. ജസ്റ്റ് ഒരു ഇഫ് അതിൻ്റെ യൂസേജ് മനസ്സിലാക്കാൻ. ഇഫ് 1 ആദ്യം ഒരു സംഖ്യ വാങ്ങണ്ടേ? ഞാൻ ഡേ എന്ന് കൊടുക്കണം. നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് ഈ ഡേയിലേക്ക് നമ്മൾ സംഖ്യയാണ് വാങ്ങുന്നത്. സംഖ്യ എങ്ങനെയാണ് റീഡ് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്ത സെയിം സംഭവം തന്നെയാണ്. 1 വരെ സംഖ്യ കൊടുക്കുക. അല്ല, നമ്മൾ യൂസറെ കയ്യിൽ നിന്ന് ഒരു സംഖ്യ വാങ്ങാണ്. നമ്മൾ യൂസർ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് സംഖ്യ ഇൻപുട്ട് എന്റർ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഈഫ് ഇടും, ശേഷം ബാക്കി പറഞ്ഞു. ഇഫ് ഡേ ഈക്വൽ ടു 1. ഓക്കെ, മൺഡേ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൺഡേ നടത്തി. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഈഫ് അടുത്തത് ഇങ്ങനെയല്ല ഉണ്ടാവുക.
കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഒരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 4ാമത്തെ ദിവസത്തെയാണ് കറക്റ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിന് പുറത്തുള്ള ഏതൊരു സംഖ്യ ഇപ്പോൾ 10 കൊടുത്താൽ ഇൻവാലിഡ് കാണിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ ആയിരുന്നൊരു സംഖ്യ വാങ്ങുന്നത് അത് ഡേ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അത് വെച്ച് ചെക്ക് ചെയ്യുന്നു. ഡേ 1 ആണെങ്കിൽ ഇപ്പോൾ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ ഈക്വൽ ഡബിൾ ഈക്വൽ യൂസ് ചെയ്യും. 1 ആണെങ്കിൽ നമ്മൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. സെയിം കൺസെപ്റ്റ് തന്നെ. 2 ആണെങ്കിൽ 2 സ്റ്റേ. ഇതിപ്പോൾ ഒരു ഈഫിൻ്റെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് എലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ ഇത്, ഇതല്ലെങ്കിൽ ഇത്, ഇതല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇതിൽ എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒന്ന് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ എല്ലാം ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എക്സിക്യൂട്ട്, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ 7 വരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് 7 വരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലൊന്നും പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എൽസ്, പിന്നെ നമ്മളൊന്നും നോക്കുന്നില്ല. ഇതിലൊന്നും അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഇതന്നെ ഇൻവാലിഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് ഈ എൽസിൻ്റെ ലോജിക്ക്. എൽസിന് നമ്മൾ ചെക്കിംഗ് ഒന്നുമില്ല. മേലത്തെ കേസുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ എൽസ് വർക്ക് ചെയ്തോളും, എൽസിൻ്റെ ബോഡി. അപ്പോൾ അത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിനി ലൂപ്പിലേക്ക് പോകാം. ലൂപ്പ്, വൈൽ ലൂപ്പ് ക്ലിയർ ആണ് എല്ലാവർക്കും? ലൂപ്പ് പറയോ, ഒന്ന് പറയോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമുകൾ തന്നെ ഒരു നമ്പർ ചോദിക്കണം ജസ്റ്റ്. അപ്പോൾ നമ്മൾ 1 മുതൽ യൂസർ എത്ര വരെയാണോ സംഖ്യ തരുന്നത് അത്ര വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ലൂപ്പിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ സെയിം ടാസ്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 മുതൽ 100 വരെയുള്ള സംഖ്യ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രിൻ്റ് 1 2 3 അങ്ങനെ 100 വരെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 100 ലൈൻ ഓഫ് കോഡ്സ് വേണ്ടി വരും. പക്ഷേ അങ്ങനെ വേണ്ട. നമുക്ക് അതിന് പകരം ഈ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ കോഡിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഡ്രൈ പ്രിൻസിപ്പിൾ. ഡ്രൈ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡ്രൈ അതെന്താ അറിയോ? കേട്ടിട്ടില്ല. ആരും കേട്ടില്ല? ഇപ്പോൾ ഡ്രൈ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്നാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് ചെറിയ പ്രോഗ്രാം ആയാലും വലിയ സോഫ്റ്റ്വെയർ ആയാലും ഒക്കെ അവിടെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡ്രൈ പ്രിൻസിപ്പിൾ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളെന്തോ തെറ്റായിട്ടാണ് ചെയ്യുന്നത്. അതങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് ശരിയായ ഒരു രീതി വേറെ ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രിൻ്റ് 1 അങ്ങനെ 2 3 4 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സെയിം സംഭവം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ആകെ ഇതിൽ ഈ വാല്യൂക്ക് അനുസരിച്ചിട്ട് അത് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്രിൻ്റൊക്കെ സെയിം അല്ലേ. അപ്പോൾ ആ വാല്യൂ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ പറ്റും. അതിനാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുക. ലൂപ്പ് യൂസ് ചെയ്യാൻ നമ്മൾ ആദ്യം ലൂപ്പിങ്ങനെ എണ്ണണം, എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ആ എണ്ണാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളിനാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയും. അപ്പോൾ നമ്മളതിന് പ്രോഗ്രാമിങ് തുടങ്ങിയ കാലം തൊട്ടേ അതിന് ഐ എന്നാണ് പേര് കൊടുക്കുക. എന്ത് പേര് കൊടുത്താലും പ്രശ്നമില്ല, നമ്മൾ ഐ എന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 1 മുതലാണല്ലോ ഈ സംഖ്യ പ്രിൻ്റ് ചെയ്യുന്നത്. 1 മുതൽ 5 വരെ കൊടുത്താൽ 1 2 3 4 5. 1 മുതൽ 10 ആണെങ്കിൽ 1 2 അങ്ങനെ 10 വരെ. 1000 ആണെങ്കിൽ 1 2 അങ്ങനെ 1000 വരെ. അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ഉണ്ടാക്കി, നോർമൽ വേരിയബിൾ. ഞാൻ ഐ എന്ന് അതിന് പേര് കൊടുത്താണ്. നിങ്ങൾക്ക് വേറെ പേര് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ പറയുകയാണ് പ്രിൻ്റ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐൻ്റെ വാല്യൂ ഇപ്പോൾ 1 കിട്ടും. അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ ഇപ്പം പൈത്തണിൽ വൈൽ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യും. അതിനുശേഷം ഒരു കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ എന്താ വെച്ചാൽ നേരത്തെ ഈഫിൻ്റെ ശേഷം വന്ന കണ്ടീഷനില്ല, അതേപോലെ തന്നെ ഒരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ എന്നാ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് റിപ്പീറ്റ് ചെയ്യാൻ നിർത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു സാധനത്തിനോട് ഇങ്ങനെ കറങ്ങാൻ പറയുകയാണ്. അതിൻ്റെ കറക്കം നിൽക്കൽ തീരുമാനിക്കുന്നത് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ നമ്മളിവിടുത്തെ കണ്ടീഷൻ എന്താ വരിക? നമുക്ക് n വരെയുള്ള സംഖ്യകൾ വേണം. അപ്പം i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഐൻ്റെ വാല്യൂ
എന്നിനേക്കാൾ ചെറുതോ ഈക്വലോ ആകുന്നത് വരെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ നേരെ അങ്ങോട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അതിൻ്റെ വില എത്രയാണ് 1 ആണ്. അപ്പോൾ 1 യൂസർ എൻ്റർ ചെയ്തൊരു സംഖ്യ നമ്മൾ യൂസർ അതിൽ നിന്ന് വാങ്ങും. ഞാനിപ്പോൾ 5 കൊടുത്തു വിചാരിച്ചു. അപ്പോൾ 1 5 ചെറുതോ ഈക്വലോ ആണോ? 1 5 ചെറുതോ ഈക്വലോ അല്ലേ? അപ്പോൾ ശരിയാണ്. അപ്പോൾ അത് കാലാകാലം ഇങ്ങനെ 1 എന്ന് കണ്ടുകൊണ്ട് നിൽക്കും. ഞാൻ ജസ്റ്റ് റൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ 5 കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ തെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ വാല്യൂ പ്രിന്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അത് ശരി തന്നെ. ശരി, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വാല്യൂ കൂട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം 1 പ്രിന്റ് ചെയ്ത് അടുത്ത 2 ആക്കണമെങ്കിൽ ഈ അതിൻ്റെ വാല്യൂ അടുത്ത കേസിൽ 2 ആക്കണം. അപ്പോൾ അടുത്ത കേസിൽ 2 ആക്കാൻ നമ്മൾ അതിൻ്റെ വാല്യൂ അതിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ പറയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വീണ്ടും ഐ തന്നെ ഉപയോഗിച്ച് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഐ ഈക്വൽ ടു ഇങ്ങനെ കൊടുത്താൽ തന്നെ ഫുൾ ലോജിക്കൽ എററാണ് അവിടെ. അതിൽ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ ഈ ഇടത്തോട്ടുള്ള സാധനത്തിന് ഇപ്പം മൈൻഡ് ചെയ്യണം. നമ്മളിപ്പം മൈൻഡ് ചെയ്യുന്നത് ഇതിനെ മാത്രം. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് അതാണ് ലാസ്റ്റ് ഇതിലേക്ക് പോകുക. അതുകൊണ്ട് ഇടത്തുള്ള സാധനത്തിന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ സമത്തിൻ്റെ വലത് ഭാഗത്തുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഐൻ്റെ ഇപ്പോഴുള്ള വാല്യൂ കൂട്ടണം 1. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ അത് 2 ആവും, 2 ആണെങ്കിൽ 3 ആവും. അങ്ങനെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെയിം സംഭവം തന്നെ റൺ ചെയ്ത് നോക്കാം. 5 കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 1. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ യൂസറോട് ഒരു സംഖ്യ ചോദിക്കണം. ഞാനിതിൽ 5 എന്ന് കൊടുക്കണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണ്. ശേഷം ഐ ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്യുന്നു. ഇവിടെ ചെക്ക് ചെയ്യുന്നു എന്താ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഐൻ്റെ വാല്യൂ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എത്രയാണ് 5. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അതുകൊണ്ട് അകത്ത് കയറിയിട്ട് പ്രിന്റ് ഐൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര ഉള്ളത് 1. അങ്ങനെ 1 പ്രിന്റ് ചെയ്യും. അടുത്ത ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള 1 ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 1 + 1 2 ആയി. അതിൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ ഇതിൻ്റെ ബോഡി തീർത്ത് ഇനി താഴേക്കൊന്നുമില്ല. അപ്പോൾ അടുത്ത ഇവിടെ വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര ഉള്ളത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ വീണ്ടും അകത്ത് കയറി അങ്ങനെ 2 പ്രിന്റ് ചെയ്ത് പിന്നെ 3 ആയി. 3 ചെക്ക് ചെയ്ത് 3 5 ചെറുതോ ഈക്വൽ ആണ്. അങ്ങനെ 4 5 എത്തിക്കഴിഞ്ഞാൽ 5 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ 5 + 1 6 ആയി മാറി. ഇത് 6 ആയി മാറി. അപ്പോൾ അതിൻ്റെ വാല്യൂ 6 ആയി മാറി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 6 ചെറുതോ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് അങ്ങനെയാണ് 1 മുതൽ 5 വരെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഈ പ്രോഗ്രാം പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 5 തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ ഇവിടെ 1000 കൊടുത്താൽ 1000 വരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ ലൂപ്പിംഗ് കൺസ്ട്രക്റ്റ് ആ സംഭവം മനസ്സിലായോ? എൻ്റെ ഓക്കെ ആണോ? ആടാ ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ലിസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ലിസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം. ലിസ്റ്റ് ആ വീഡിയോയിൽ കണ്ട അതൊക്കെയാണ്. പക്ഷെ ആ മിനി പ്രോജക്റ്റിലേക്ക് വന്നപ്പോഴാണ് മിനി പ്രൊജക്റ്റിന്റെ പറയാം. അപ്പൊ നമ്മള് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ജസ്റ്റ് പേരെന്താ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ നമ്മള് നോർമൽ റിയൽ ലൈഫിൽ ലിസ്റ്റ് എന്ന് വെച്ചാൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഒരുപാട് വാല്യൂസിനെ ഒറ്റ നെയിമിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ സ്റ്റുഡൻറ്റുകളുടെ പേരുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പൈത്തണിൽ വേരിയബിൾ എങ്ങനെ ഉണ്ടാക്കാം. വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് തന്നെയുള്ള എടുക്കാം. അപ്പോൾ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ പൈത്തണിൽ എന്താണോ പറഞ്ഞത് അതേ സിൻടാക്സ് യൂസ് ചെയ്യാം. പക്ഷെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. വെറും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാലി ലിസ്റ്റാണ്. ഇതിനകത്തൊന്നുമില്ല. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇനി അതല്ല ഇതിനകത്ത് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാം റിച്ച് പാസ് കൊടുത്ത് അതിന് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു സ്പേസ് ഇട്ട് കാണാം. അടുത്ത വാല്യൂ വരുമ്പോൾ ഞാൻ കോമ ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എന്താ സ്റ്റൈലിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ വായിക്കാൻ കുറച്ചുകൂടെ പറ്റുന്ന കോഡാവാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ. അതേപോലെ തന്നെയാണ് ഇവിടെ സ്പേസ് കൊടുത്തതൊക്കെ. കേൾക്കുന്നില്ലേ? പക്ഷേ ഉണ്ടല്ലോ ഞാൻ കോഡ് ചെയ്യാൻ നോക്കിയ ടൈമിന് ആ സ്പേസ് ഇട്ടില്ലെങ്കിൽ എറർ കാണിക്കുന്നുണ്ട്. അതെന്താ? അത് എൻ്റെ പൈച്ചാമല്ലേ? അതെ പൈച്ചാമ വെബ് പേജ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ്.
അത് എററല്ല, വാണിംഗ് ആയിരിക്കും. അത് അതല്ല, നമ്മളങ്ങനെ മറ്റേ റെഡ് നിർബന്ധിക്കുന്നു. കളറിലാണ് കാണിച്ചത്. മറ്റേ സർക്കിളുള്ള റെഡ് ഇല്ലേ? എന്നാ വേറെ എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് ആ സംഭവം പേഴ്സണലായിട്ട് അയക്കും. പിന്നെ അഭിലാജ് അസെൻഡിങ് അല്ലാതെ ഡിസെൻഡിങ് പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറയാതെ നിർത്തിയില്ല, പറയാൻ സംഭവം. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക. ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഈ സി പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരേ വാല്യൂ മാത്രമേ പറ്റുള്ളൂ. അവിടെ അറേ എന്നാണ് ഇതിനെ വിളിച്ചത്. പക്ഷേ പൈത്തണിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് വേണമെങ്കിൽ എന്താ നമ്പേഴ്സ് കൊടുക്കാം, പോയിന്റ് ഉള്ള നമ്പേഴ്സ് കൊടുക്കാം, ഇനി എന്താ ബൂളിയൻ വാല്യൂസ് കൊടുക്കാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ ലിസ്റ്റിൻ്റെ അകത്തേക്ക് നമുക്ക് ഏത് ടൈപ്പ് വാല്യൂസും കൊടുക്കാം. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റാണ് ലിസ്റ്റിൽ നിന്ന് എങ്ങനെ വാല്യൂസ് ഇങ്ങോട്ട് എടുക്കും. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ, ഇങ്ങോട്ട് എടുക്കുക എങ്ങനെയാണ്? ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സിങ് പറയുന്നത്. ഇൻഡെക്സിങ് പറയുമ്പോൾ ഇത് 0th ഇൻഡെക്സ് ആണ്, ഇത് 1th ഇൻഡെക്സ് ആണ്, ഇത് 2th ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ നോർമലി എണ്ണി തുടങ്ങുക 0 എന്നാണ്, 1 എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ n ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ എത്ര സാധനം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ടെങ്കിൽ ഇതിൽ അവസാനത്തെ ഇൻഡെക്സ് 5 ആയിരിക്കും. അപ്പോൾ n ആണെങ്കിൽ n-1 ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? 0 എന്ന് എണ്ണി തുടങ്ങുന്നത്. ഓക്കെ. ഓക്കെ, ഇത് ചില ആൾക്കാർക്കൊക്കെ ഈ സംഭവം വളരെ ബേസിക് ആയിട്ട് ഇങ്ങനെ ബോറടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ ബേസിക്സ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് എത്തിയിട്ടാണ് നമുക്ക് ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ വേറെ ഏത് ലാംഗ്വേജിലും ഇപ്പോൾ നമ്മൾ ജാവ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലടക്കം ഇതേ എന്താ കൺസെപ്റ്റിനാണ് അവിടെ ആ ലാംഗ്വേജിൻ്റെ ആ യൂണിവേഴ്സിറ്റിയിലൊരു സംഭവങ്ങൾ ഉണ്ടാകുന്നല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബേസിക് ഐഡിയാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഇൻഡെക്സ് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, ആക്സസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ലിസ്റ്റിനകത്തേക്ക് വാല്യൂസ് എങ്ങനെ കൊടുക്കാം? ലിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ നമ്മൾ ലിസ്റ്റ് പറഞ്ഞു ഇൻഡെക്സ് വെക്കാം. ഒന്നാമത്തെ ഇൻഡെക്സ് കിട്ടണമെങ്കിൽ നമ്മൾ 0th ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു. പ്രോഗ്രാമിങ്ങിൽ നമ്മൾ 1 എന്ന് പറഞ്ഞാലും നമ്മൾ 0 എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ പ്രോഗ്രാമിങ്ങിൽ പറയുന്ന സമയത്ത് നമ്മൾ 0 എന്നാണ് എണ്ണി തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഓഫ് 0 എന്ന് വെച്ചാൽ ഇത് വരും, 1 എന്ന് വെച്ചാൽ ഇത് വരും, അങ്ങനെ 5 എന്ന് വെച്ചാൽ ഇത് വരും. അപ്പോൾ അതൊക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ ആണോ? പറയുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലിസ്റ്റിനകത്ത് കുറേ മെത്തേഡുകളുണ്ട്. മെത്തേഡ് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് വലിയ പിടുത്തം കിട്ടില്ല. പക്ഷേ നമുക്ക് ജസ്റ്റ് കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ VS കോഡിലാകുമ്പോൾ ഈ ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ കുറേ മെത്തേഡ് കാണാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡ് അപ്പൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 2 3 4 5 6 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നല്ല ഇവിടെ പറയേണ്ടത്, അപ്പൻഡ് ചെയ്യണം. അപ്പൻഡ് ചെയ്യുക വെച്ചാൽ അവസാനത്തിൽ വാല്യൂമ കൊണ്ടുപോയിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി കൊടുക്കാം, പ്രോഗ്രാമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിവിടെ ഉണ്ണിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ സോഴ്സ് കോഡിൽ കൊടുക്കുകയാണ്. നമ്മൾ അതിന് പകരം ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഉണ്ണീനെ എടുത്തിട്ട് അവസാനത്തിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റുഡൻസിൻ്റെ വാല്യൂ എന്താണെന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്താണെന്ന് നോക്കാം. വേണം, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂസ് ആണ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അവസാനത്തിൽ ആ ഇത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ അപ്പൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വേറെ മെത്തേഡ്സ് ആണ് പോപ്പ് എന്താ വെച്ചാൽ അവസാനത്തുനിന്ന് ഒരു വാല്യൂവിന് നമുക്ക് ഇങ്ങോട്ട് തരും. നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ കൊടുത്തതിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് അവസാനത്തുള്ള സാധനത്തിനെ മുറിച്ചിട്ട് നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ഇത് ഇങ്ങനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. ആക്ച്വലി പോപ്പ് എന്നുള്ള പേര് വന്നത് സ്റ്റാക്ക് എന്നാണ്. അതൊന്നും നിങ്ങൾക്ക് നോക്കണ്ട. വേണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ ഇത്ര വാല്യൂസ് ഉണ്ടായിരുന്നു. പോപ്പ് പൊളിയതപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി ബാക്കി ഇതേ ഉള്ളൂ. ഇതിനെ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ വാല്യൂ ട്രൂ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് X എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കേണ്ടി വാല്യൂ ഓഫ് എക്സ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമാറ്റഡ് F ഇട്ടിട്ടുള്ള സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാലോ. ഇങ്ങനെ കൊടുക്കാം. വേണ്ടോ, വാല്യൂ ഓഫ് എക്സ് ഈസ് ട്രൂ. കാരണം ഈ ട്രൂവിനെ മുറിച്ച് മാറ്റി എക്സിലേക്ക് കൊടുത്ത് എന്നിട്ട് ബാക്കിയുള്ള ലിസ്റ്റ്, അതാണ് പോപ്പ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പ് ക്ലിയർ ആണോ? ഇപ്പൊ ലാസ്റ്റത്തെ 2 ഇതിപ്പോ നമുക്ക് പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പൊ എന്താ ചെയ്യണ്ട? ആ പോപ്പിൽ ആ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ട? 2 പ്രാവശ്യം വിളിക്കേണ്ടി വരും. അങ്ങനെ വേണല്ലേ? ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യം മൊത്തം സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് എന്നിട്ട് ഒരു പ്രാവശ്യം പോപ്പ് ചെയ്ത് വെച്ചാൽ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി അതിന്റെ വാല്യൂ എക്സിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് സ്റ്റുഡന്റിന്റെ വാല്യൂ കൂടെ പ്രിന്റ് ചെയ്ത്
പിന്നെ വീണ്ടും കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് വൈയിൽ കെട്ടിയിട്ടുണ്ടാവും. വീണ്ടും ഇത് റൺ ചെയ്ത് നോക്കിയാൽ കാണിച്ചു തരാം. ഉണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ട്രൂവിനെ കട്ട് ചെയ്ത് മാറ്റി എക്സിലേക്ക് കൊടുത്ത് ബാക്കി ഇത്ര. വീണ്ടും നമ്മൾ ഇവിടെ എക്സ് എന്ന് കൊടുത്തു എന്ന് നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ വൈ എന്നാണ് കണ്ടത്. ഓക്കെ, കൺവേർഷൻ ഉണ്ടോ? കണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ ഈ ട്രൂവിനെ കട്ട് ചെയ്തിട്ട് അത് എക്സിലേക്ക് കൊടുത്ത് ഇപ്പോൾ ഇത്രയായി മാറി. അടുത്ത വീണ്ടും പോപ്പോൾ ചെയ്തപ്പോൾ ഈ 3.4 കട്ട് ചെയ്തിട്ട് വൈയിലേക്ക് കൊടുത്ത് ലിസ്റ്റ്. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പോപ്പ് ചെയ്യാം. അപ്പോൾ പോപ്പ് ചെയ്യുമ്പോൾ കാലി ലിസ്റ്റിൽ പോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു എറർ ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് അവസാനത്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പോപ്പ് ചെയ്തെടുക്കാം. ആ പോപ്പ് കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വേരിയബിളിലേക്ക് തരുന്ന സംഭവം ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ അടുത്താണ് നമ്മളെ സോർട്ട്. സോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ ന്യൂമറിക് ആയിരിക്കണം. ന്യൂമറിക് അല്ലാത്തതും പറ്റൊക്കെ ചെയ്യും. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഫോർ സിംപ്ലിസിറ്റി ഞാൻ ന്യൂമറിക് എന്ന് മാത്രം പറയുകയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു നമ്പേഴ്സ് 4, 3, 6, 2 ഈ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പോൾ സോർട്ട് ചെയ്യാൻ നമുക്ക് നമ്മളിപ്പം ജസ്റ്റ് ആദ്യം ഇതിൻ്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത് എങ്ങനെയാണ് അങ്ങനെ തന്നെ വരും. നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും സോർട്ടിങ് അൽഗോരിതം ഒക്കെ വെച്ച് സോർട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ പൈത്തൺ നമുക്ക് ഓൾറെഡി ആ സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നേരത്തെ നമ്മൾ പോപ്പ് അപ്പൻ്റൊക്കെ കോൾ ചെയ്ത പോലെ തന്നെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ ഈ ഒരു മെത്തേഡ് ഉണ്ടോ, സോർട്ട്. ഇങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോർട്ട് ചെയ്ത സാധനം ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്റ്റിനെ അങ്ങ് റീഅറേഞ്ച് ചെയ്യും, എന്നിട്ട് സോർട്ടഡ് രൂപത്തിലാക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഫോർമാറ്റഡ് വെച്ചിട്ട് ബിഫോർ സോർട്ടിങ് എന്താ വാല്യൂ ഉള്ളത് നോക്കാം. ആഫ്റ്റർ സോർട്ടിങ് എന്തായാലും നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, സോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ലിസ്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള രൂപത്തിലാണ് അല്ലെ അസെൻഡിങ് ഓർഡറിലുള്ളത്. അപ്പോൾ സോർട്ട് മെത്തേഡ് കോൾ ചെയ്യുന്നൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പറയട്ടോ. ഓക്കെ ആണ്. ഓക്കെ, ഇപ്പോൾ അബിൻരാജ് ചോദിച്ചിരുന്നു ഇത് റിവേഴ്സ് ആക്കാൻ പറ്റുമെന്ന്. റിവേഴ്സ് ആക്കാൻ നമ്മൾ ജസ്റ്റ് ഈ സോർട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ മൗസ് പോയിന്റർ വെച്ച് നോക്കിയാൽ ഇവിടെ കാണാം റിവേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം. അതിൻ്റെ വാല്യൂ ഒരു ബൂലിയനാണ്. അപ്പോൾ നമുക്കിത് റിവേഴ്സ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ റിവേഴ്സ് എന്ന് കൊടുക്കുക, അതിൻ്റെ വാല്യൂ ട്രൂ എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ സോർട്ട് ചെയ്യൊക്കെ വേണം, പക്ഷെ അത് ഡിസെൻഡിങ് ഓർഡറിലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ അടിച്ച് നോക്കാം. അപ്പോൾ നമ്മളുണ്ടോ, നമ്മളെ ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചെങ്കിൽ വലുതെന്ന് ചെറുതിലേക്കാണ്, ചെറുതെന്ന് വലുതിലേക്കല്ല, ഡിസെൻഡിങ് ഓർഡറിലായി. അപ്പോൾ അബിൻരാജ ക്ലിയർ അല്ലേ? നമുക്ക് റിവേഴ്സ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുത്താൽ മതി. ഓക്കെ, അബിനില്ലേ, പോയോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് അത് യൂസ് ചെയ്യാണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ലിസ്റ്റിൻ്റെ മറ്റൊരു മെത്തഡാണ് റിവേഴ്സ് എന്നുള്ളത്. ഇതേപോലെ തന്നെ സോർട്ട് പോലെ തന്നെ റിവേഴ്സ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സോർട്ടിംഗ് എന്ന് കൊടുത്താണ്, അതായത് റിവേഴ്സിംഗ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു ലിസ്റ്റ് ഉള്ളത്, അത് ഞാൻ റിവേഴ്സ് ചെയ്തപ്പോൾ നേരെ തല തിരിഞ്ഞായി, ഇങ്ങനെയായി മാറി. അപ്പോൾ നമുക്ക് ലിസ്റ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സോർട്ട് ചെയ്ത സാധനത്തിന് ഒന്ന് റിവേഴ്സ് ചെയ്താൽ പോരെ, അതുപോലെ വീണ്ടും റിവേഴ്സ് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ ആദ്യം അസെൻഡിങ് ഓർഡറിൽ നോർമലായിട്ട് സോർട്ട് ചെയ്ത് പിന്നെ വീണ്ടും റിവേഴ്സ് കോൾ ചെയ്തപ്പോൾ റിവേഴ്സ് ആയിട്ടുണ്ടോ അത് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോഴും വലുതിന്ന് ചെറുതിലേക്കുള്ള രൂപത്തിൽ തന്നെ കെട്ടി. നമ്മൾ ചെയ്തത് ആദ്യം ചെറുതിന്ന് വലുതിലേക്കായിട്ട് സോർട്ട് ചെയ്ത് അതിന് നമ്മൾ തല തിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും വലുതിന്ന് ചെറുതിലേക്ക് നേരെ തല തിരിഞ്ഞായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് സോർട്ടിൻ്റെ അകത്ത് തന്നെ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ റിവേഴ്സ് അതേപോലെ തന്നെ ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക, ആ സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ, ലിസ്റ്റിൻ്റെ മെത്തേഡ്സ്. ഈ മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ ജസ്റ്റ് ആ പേര് മാത്രം കേട്ടാൽ മതി, എന്താ നമുക്ക് വഴിയെ പറയാം.
എടാ ലിസ്റ്റിലുള്ള ഒരു സാധനത്തിന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു സാധനം വെക്കാൻ പറ്റില്ലേ? യെസ് ഓഫ് കോഴ്സ്, കാണിച്ചു തരാം. ഇപ്പം അല്ലേ ഇവിടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത്തെ സാധനം 4 അല്ലേ? ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ്. ഇനി ഇതിൽ നമുക്ക് ഒന്നാമത്തെ സ്ഥാനം അതിനങ്ങ് മാറ്റണം. സ്റ്റുഡൻസ് ഓഫ് 0 എന്നല്ല ഒന്നാമത്തിന് പറയാം. ഇതിൻ്റെ വാല്യൂ എത്രയാ? ജസ്റ്റ് നമ്മൾ ലിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വാല്യൂ ടൈപ്പ് വേറെ വെക്കണം. എന്നിട്ട് ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. വേണ്ടോ? 4 മാറ്റിയിട്ട് എൻ്റെ പേര് കൊടുത്ത് അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? ആ ഈ മനസ്സിലായി. സ്ട്രിങ്ങിലാണ് ഷോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരിക? ആൽഫബറ്റിക് ഓർഡറിലാണ് വരിക ആസ്കി അല്ലെങ്കിൽ ഓർഡറിൽ ആസ്കി വാല്യൂല വരിക? നമുക്ക് ട്രൈ നോക്കാം. ഇങ്ങനെ ജസ്റ്റ് 2 BA കൊടുത്തു നോക്കാം എന്തായാലും നമുക്ക്. കണ്ടോ? BA മാറി AB ആയില്ലേ? എക്കാണ് ഫസ്റ്റ് ഇത്ര 65 അല്ല 98, ഇത് 99. അതില് പേരൊന്നും കൊടുത്ത് നോക്കിയാ ബി എങ്ങനെ? ഒക്കെ ഒരു BA പേരാണെങ്കിലോ ഒരു ഫുൾ നെയിം അത് ഞാൻ ഓർഡർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫുൾ നെയിം കൊടുത്താൽ ആസ്കി വാല്യൂ ടോട്ടൽ എന്താ ആസ്കി വാല്യൂ വരിക. ടോട്ടൽ ആസ്കി വാല്യൂ അല്ലേ? ഇതിന് ടോട്ടൽ ആസ്കി വാല്യൂ ഉണ്ടാവില്ലേ? അത് എനിക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ അതിന്റെ ഓരോന്നിന്റെ ആസ്കി വാല്യൂ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ എന്താ സ്ട്രിങ് ആകുമ്പോൾ ആസ്കി വാല്യൂ വെച്ചിട്ട് ആസ്കി വാല്യൂ എന്താന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ആസ്കി വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ അകത്ത് അക്ഷരങ്ങളെ നമ്മൾ ഒരു സംഖ്യ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതാണ് കേട്ടോ. അത് നിങ്ങൾ ബോധടാവണ്ട, ജസ്റ്റ് ചോദിച്ചുകൊണ്ട് പറഞ്ഞത്. ഐഡിയ കത്തിയില്ലേ? കേൾക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ എങ്ങനെ എന്താ കുറേ മെത്തേഡ് കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റിൻ്റെ അകത്തുള്ള എലമെൻസിനെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. നേരത്തെ കേസ് ആണെങ്കിൽ എന്താ ഈ ലിസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ പോകണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0th ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വാല്യൂ 0 കൊടുത്ത് ഇനി അതിൻ്റെ വാല്യൂ നമ്മൾ അവസാനത്തെ ഇൻഡെക്സ് വരെ പോകണം. ഇതിൻ്റെ അകത്ത് 1 2 3 4 5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് എടുക്കാന്ന് വെച്ചാൽ വലിയ പണിയല്ലേ? അതിന് പകരം നമുക്കൊരു മെത്തേഡ് ഉണ്ട്, LEN എന്ന് പറഞ്ഞിട്ട്. നേരത്തെ STRINT അതേപോലെ തന്നെ LEN എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ട് നമ്മൾ ലിസ്റ്റിനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. ഉണ്ടോ? ഇതിൻ്റെ അകത്ത് എത്ര എണ്ണ ഉണ്ടെന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വൈൽ ലൂപ്പ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് I = 0 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ I <n സ്റ്റുഡൻസ് അപ്ഡേഷൻ. ഇങ്ങനെയാണ് നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള എലമെൻസിനെ ആക്സസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഐൻ്റെ വാല്യൂ 0 കൊടുക്കും. എന്നിട്ട് എന്ന് വെച്ചാൽ എന്ന് കൊടുക്കണമെന്നില്ല. ഇവിടെ നമ്മൾ നേരെ ലെങ്ത് ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ലെസ് ദാന് കൊടുത്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ലെസ് ദാന് കൊടുത്തത്? അത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് അവിടെ ഞാൻ ലെസ് ദാന് കൊടുത്തത്? അതിന് വോയിസ് ഓൺ ആക്കിയിട്ട് 0 മുതൽ എന്താ അതെന്താ ലെസ് ദാന് കൊടുത്തേ? അതിലിപ്പോ 5 നമ്പർ ഉണ്ട്. ഇപ്പൊ 0 മുതൽ 4 വരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോ അല്ലേ ഈ ലെസ് ദാന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം കിട്ടും? ഇവിടെ ഇപ്പൊ നമ്മൾ ലെസ് ദാന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാം. ഇപ്പൊ 0 ആയി, 0 ലെസ് ദാൻ 5. ഞാൻ ഈ കേസ് വെച്ച് പറയണേ. 0 ലെസ് ദാൻ 5 ട്രൂ. അങ്ങനെ 1 ആയി, 1 ലെസ് ദാൻ 5 ട്രൂ. 2 ലെസ് ദാൻ 5 ട്രൂ. 3 ലെസ് ദാൻ 5 ട്രൂ. 4 ലെസ് ദാൻ 5 ട്രൂ. ഇനി 5 ആയി, 5 ലെസ് ദാൻ 5. 5 ലെസ് ദാൻ 5 ആണോ? 5 5നേക്കാൾ ചെറുതാണോ? ആണോ? അല്ല. അപ്പോൾ അവിടെ നിർത്തും. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ പറഞ്ഞല്ലോ ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 to n-1 വരെയാണ്. അതുകൊണ്ട് n വന്നു കഴിഞ്ഞാൽ എറർ വരും. ഞാനിപ്പോൾ ഇവിടെ ഇതിന് പകരം ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിച്ചു, ഇൻഡെക്സ് എറർ വരും. കണ്ടോ?
ഔട്ട് ഓഫ് റേഞ്ച് ആണ്. കാരണം അവിടെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റുഡൻസ് ഓഫ് 0 എടുക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ഓഫ് 1 എടുക്കുന്നുണ്ട്, 2 എടുക്കുന്നുണ്ട്, 3 എടുക്കുന്നുണ്ട്, 4 എടുക്കുന്നുണ്ട്, അങ്ങനെ 5 എടുക്കുന്നുണ്ട് ഇവിടെ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈക്വൽ ടു ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ അവസാനത്തെ ആ എന്നിനെ ആക്സസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റൂ. ഇതിപ്പോൾ ഇത് വരെ മാത്രമേ 4 വരെ അല്ലെങ്കിൽ n-1 വരെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ആ ഐഡിയ കത്തിയോ? നമ്മൾ ലെസ് ദാൻ ഇട്ട് കഴിഞ്ഞാൽ ആ സംഖ്യക്ക് തൊട്ട് നമ്മളിപ്പോൾ മാത്തിൽ ഓപ്പൺ സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ എന്നിന് തൊട്ട് മുമ്പുള്ള സംഖ്യ വരെ പോകും. 5 ആണെങ്കിൽ 4 വരെ പോകും. ഐഡിയ കത്തിയോ? അത് നമ്മൾ ഈ 0th ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടല്ലേ? അതെ അതെ, അതുകൊണ്ടാണ്. നമ്മൾ 1 2 3 ആണെങ്കിൽ അത് പ്രശ്നമില്ല. ആ ആ. പിന്നെ ലാസ്റ്റ് i പ്ലസ് ഈക്വൽ ടു 1 ആണ്. ആ സോറി, ഞാൻ ഐ പ്ലസ് അത് ഇപ്പം പറയാൻ ഉദ്ദേശിച്ചല്ല. അതിൻ്റെ ഇടയിൽ ഈ സംഭവം പ്രശ്നമില്ലല്ലോ, ഇത് തന്നെയാണ് അത്. ഓക്കെ, ഇപ്പൊ വൈൽ ലൂപ്പ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, 2 സംഭവങ്ങൾ പറഞ്ഞിട്ടില്ല, അത് ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചത്, ഇതിനകത്ത് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന ലോജിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും വോയിസ് ഓൺ ആക്കിയിട്ടോ അല്ലെ കമന്റിലോ പറയും. ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യോ? ഓക്കെ ഓക്കെ, എന്താട്ടോ ഇത് ജസ്റ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ അതിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്യുന്നു, എന്നിൻ്റെ വാല്യൂ ഈ ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് i0 മുതൽ n-1 വരെ, ഇപ്പോൾ 0 മുതൽ ഇവിടെ 5 ആയതുകൊണ്ട് 4 വരെ പോകാൻ ലൂപ്പ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഇറ്ററേഷനിലും നമ്മൾ ആ ലൂപ്പിൻ്റെ കൺട്രോൾ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഒരു എലമെൻറ്റിന് എടുക്കുന്നു, അതിനെ പ്രിൻ്റ്. അതുകൊണ്ടാണ് ഫസ്റ്റ് 4, പിന്നെ 3, പിന്നെ 6, പിന്നെ 8, പിന്നെ 2 അങ്ങനെ വരുന്നത്. ഉണ്ടോ? ഐഡിയ മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കേ, നമ്മൾ ക്ലിയർ ചെയ്തിട്ടാ പോകും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കേൾക്കാനുണ്ട് പുതിയ. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടിന്യൂ. കണ്ടിന്യൂ എന്താ ഞാൻ പറയാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് ഈ 6 എന്നുള്ളതിന് ഇൻഡെക്സ് എത്രയാ? ആരെങ്കിലും എന്ന് പറഞ്ഞാൽ 6 എന്നുള്ളതിന് ഇൻഡെക്സ് എത്രയാ? 2. 2. അപ്പോൾ നമ്മൾ ആ ഇൻഡെക്സ് എത്തിയാൽ ഈ 2 എത്തിക്കഴിഞ്ഞാൽ, അഥവാ നമ്മൾ 6 എന്നുള്ള സംഖ്യയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനങ്ങ് സ്കിപ്പ് ചെയ്യാണ്, ഒഴിവാക്കാണ്. അപ്പോൾ അതിന് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സാധനമാണ് കണ്ടിന്യൂ. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്ഡേഷൻ കൊടുത്തില്ല കേട്ടോ. അതിൽ പ്രിന്റ് താഴെക്കിട്ടാ പോലെ ആ പ്രിന്റ് താഴെ കേട്ടോ, ശരിയാണല്ലോ. ഇപ്പം ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് പറയാൻ അങ്ങനെയാണ്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ചാടി ചാടി പോകല്ലേ ചെയ്യുക, അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യം 0 സെറ്റ് ചെയ്യും, പിന്നെ 1 സെറ്റ് ചെയ്യും, പിന്നെ 2 സെറ്റ് ചെയ്യും, അങ്ങനെ n-1 വരെ ചാടി ചാടി പോവുക ചെയ്യാം. അങ്ങനത്തെ കേസുകളിൽ ചില ചാട്ടങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇൻഡെക്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ അതിനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാൻ, അപ്പോൾ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ലൂപ്പ് എന്താ ചെയ്യുക, അടുത്ത ഇറ്ററേഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഇങ്ങനെ കൊടുത്തപ്പോൾ ഇത്
ഇൻഫിനിറ്റ് ലൂപ്പായ എന്താ വെച്ചാൽ അതിൻ്റെ വാല്യൂ 0. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 0 ലെസ് ദാൻ 5 ട്രൂ ആണ്, 4 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ i+1 ആയി, കാരണം i2 അല്ല, അതുകൊണ്ട് ഈ ഈഫിൻ്റെ ബോഡി വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ i+1 ആയി, i2 ആയി കഴിഞ്ഞു. i2 ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഈഫിൻ്റെ ബോഡി വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. കണ്ടിന്യൂ വെച്ച് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുന്നു. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വീണ്ടും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 5 എന്ന് വന്നില്ലേ, വീണ്ടും 6 പ്രിൻറ്റ് ചെയ്യും. പിന്നെ ചെക്ക് ചെയ്യും 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഇവിടെ ഇപ്പോൾ ഈ ലൂപ്പ് വരാനുള്ള റീസണ്, ഈ ഇൻഫിനിറ്റ് ലൂപ്പ് വരാനുള്ള റീസണ് ആ അപ്ഡേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കണ്ടിന്യൂ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും നോക്കില്ല, അടുത്ത ഇറ്ററേഷനിലേക്ക് പോകും. അപ്പോൾ അത് നമ്മൾ ഈ കോഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് കൊടുക്കാം, സോറി ഇവിടെ പ്രിന്റ് വേണ്ടോ, ഇവിടെ 4 3 കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇൻഡെക്സ് എത്തുമ്പോൾ അതിനെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂവിനേക്കാൾ കുറച്ചുകൂടെ നമ്മൾ എന്താ പരിചയമായിട്ടുണ്ടാവുക ബ്രേക്കാണ്. ബ്രേക്ക് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിന്യൂ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇത് വേണ്ട അടുത്ത ഇറ്ററേഷനിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വലിയൊരു വയലിനകത്ത് വലിയൊരു ബോഡി ഉണ്ടെങ്കിൽ അതിലിടക്ക് വെച്ചിട്ട് നമ്മൾ എന്തോ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്ത് കണ്ടീഷൻ കണ്ടപ്പോൾ പിന്നെ അടുത്ത ഇറ്ററേഷനിലേക്ക് അടുത്ത ലൂപ്പിലേക്ക് അവിടെ നമ്മൾ ഈ സാധനം ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മൾ അപ്ഡേഷൻ ചെയ്തിടണമെന്നില്ല, ജസ്റ്റ് നമ്മൾ അൺകണ്ടീഷണലായിട്ട് ജമ്പ് ചെയ്യാണ് ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് ചില കേസുകൾ വരാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ സ്റ്റുഡൻസ് ആടാ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ കണ്ടിന്യൂ ഓക്കെ അത് എന്താ വെച്ചാൽ ആ എറർ വന്നതാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 1 2 3 4 ഇങ്ങനെ 5 വരെ പോകുന്ന ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇത് പ്രിന്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ ആ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തിലേക്ക് പോകും. ഇപ്പോൾ ഈ കോഡ് ബേസിൽ തന്നെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ലിസ്റ്റ് കൂടെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകും. അതിന് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കേസ് വന്ന് അൺകണ്ടീഷണൽ ജമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 6 ആണെന്ന് വിചാരിക്കാം, സോറി 6 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 6 കണ്ടു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഓഫ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഡെക്സ് അല്ലേ, ആ വാല്യൂ ആണ്. അപ്പോൾ അത് 6 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെ ഈ ഭാഗത്തോട്ടുള്ള ഒരു സാധനം റൺ ആവില്ല, അതുകൊണ്ടാണ് ഈ പ്രിന്റ് റൺ ആവില്ല, ഈ i=i+1 റൺ ആവില്ല. അത് റൺ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയും നേരത്തെ ഒരു i+1 കൊടുത്തത് റീസൺ. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം i0 ആണ്. i0 ആയ സമയത്ത് സ്റ്റുഡൻസ് ഓഫ് 4 ആണ്, 4ഉം 6ഉം ഈക്വൽ ആണോ അല്ല, അതുകൊണ്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് ആ 4 എന്നുള്ള പ്രിന്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ 1 ആയി. അങ്ങനെ സ്റ്റുഡൻസ് ഓഫ് 1 3 ആണ്. അപ്പോൾ ഇത് 3 ആണ്. 3ഉം 6ഉം ഈക്വൽ ആണോ അല്ല, അപ്പോൾ ഈ സാധനം വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ, വീണ്ടും 3 പ്രിന്റ് ചെയ്ത് ഇനി i=i+1 ആയി. അങ്ങനെ സ്റ്റുഡൻസ് ഓഫ് 6 ആണ്. സ്റ്റുഡൻസ് ഓഫ് 6 ആയി. 6 ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 കൂട്ടും. 1 കൂട്ടാൻ മീൻസ് എന്താ, അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളതെന്ന് ഇതിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ വാല്യൂ 2 എന്നുള്ളത് 3ലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വന്നിട്ടില്ല, അടുത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഇവിടെ ഈ 6നെ പ്രിന്റ് ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 6നെ പ്രിന്റ് ചെയ്യുന്ന ഇതിന് നല്ലൊരു എക്സാമ്പിൾ ഒന്നല്ല ഇത്, ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ പറഞ്ഞതാണ്. ജസ്റ്റ് ഇതിനേക്കാളും നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് വെച്ച് അല്ലെങ്കിൽ എന്നോട് പറയാം. നമ്മുടെ കയ്യിൽ നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 2 4 6 8 10. അപ്പോൾ ഇത് ഒക്കെ ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു വൈൽ ലൂപ്പ് വെച്ച് എങ്ങനെ ഇതിലൂടെ ലൂപ്പ് ചെയ്ത് y=0 കൊടുക്കും, n = അതിൻ്റെ വാല്യൂ 1 കൂട്ടും. ഇത് നമ്മളെ നോർമൽ ലോജിക്ക്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിലുള്ള എല്ലാ സംഖ്യയുമാണ്. അപ്പോൾ നമ്മളിതിൽ
നമുക്ക് ജസ്റ്റ് എന്താ എവിടെയെങ്കിലും ഒരു ഓഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ലോജിക്ക് നമ്മൾ ഉണ്ടാക്കണം വിചാരിക്കും ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ അങ്ങനെ വരുന്ന കേസ് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ഓഡ് നമ്പർ കൊടുക്കുക, 7 കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യണം കിട്ടിയ നമ്പർ, ഇപ്പോഴുള്ള നമ്പർ എങ്ങനെ ഇട്ടാ നമ്പേഴ്സ് ഓഫ് 5 ഉണ്ടോ, അത് ഓടാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ഓടാണെങ്കിൽ 2 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 അല്ലായിരിക്കും. അല്ല നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു ആണ്, നമ്മൾ അന്ന് പറഞ്ഞ സംഭവമാണ് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു. അത് എൻ്റെ എഡിറ്റർ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പ്രിൻറ്റ് ചെയ്യുന്ന അപ്പം നിർത്തണം. അപ്പോൾ നിർത്താനാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഇതിലൂടെ ലൂപ്പ് ചെയ്ത് പോകും. ഏതെങ്കിലും ഒരു സംഖ്യനെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റി, അതാണ് മോഡ് 2 ഈക്വൽ 0 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയില്ല, നമ്മൾ ഈവൺ അല്ലേ. അപ്പോൾ ഓഡ് ലോജിക്ക് എന്താ, ഓഡ് സംഖ്യ ഈവൺ സംഖ്യ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയാൽ ഇത് ഈക്വൽ ആണെങ്കിൽ ഈവൺ നമ്പർ ആണ്, നോട്ട് ഈക്വൽ ആണെങ്കിൽ ഓഡ് നമ്പർ ആണ്. കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ലൂപ്പ് നിർത്തിക്കോളാം, ലൂപ്പിൻ്റെ പുറത്തേക്ക് പോകണം. ഞാനിവിടെ ലൂപ്പിൻ്റെ അവസാനം കാണിക്കാൻ ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ഇടുന്ന അങ്ങനെ കൊടുക്കണം. ഇവിടെ സംഭവിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ 2നെ കൊണ്ട് ഹരിക്കാൻ പറ്റാത്തുണ്ട്, അതിൻ്റെ അർത്ഥം എന്താ, അതൊരു ഓഡ് സംഖ്യയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കണം, കണ്ടോ 7 എത്തിക്കഴിഞ്ഞാൽ അപ്പം സ്റ്റോപ്പ് ചെയ്തു. അങ്ങോട്ടുള്ള 8ഉം 10ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ലൂപ്പ് ഇങ്ങനെ പെട്ടെന്ന് വെച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് കോൾ ചെയ്ത് കൊടുത്താൽ മതി. ബ്രേക്ക് കണ്ടാൽ ഈ ലൂപ്പിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോരും. അപ്പോൾ ആ ഒരു ഐഡിയ കത്തി, അതേ ഐഡിയ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക, ബ്രേക്ക് പുറത്തേക്ക് പോരും, കണ്ടിന്യൂ അടുത്ത ഇറ്ററേഷനിലേക്ക് പോകും. അതാണ് വ്യത്യാസം. ബ്രേക്ക് ആകുമ്പോൾ ലൂപ്പ് മൊത്തം പുറത്തേക്ക് പോകും, കണ്ടിന്യൂ ആകുമ്പോൾ ഇതിന് താഴോട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യില്ല, അടുത്ത സൈക്കിൾ തുടങ്ങും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ അതാണ് ഈ ബ്രേക്കും കണ്ടിന്യൂ. അപ്പോൾ അത് എന്തായാലും ബ്രേക്കും കണ്ടിന്യൂ വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഇത് ഇന്ന് വയലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. വയൽ ലൂപ്പും അതേപോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ ക്ലിയർ അല്ലേ, ഈ ലിസ്റ്റിനെ ആക്സസ് ചെയ്യുന്നതൊക്കെ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിനി എന്താ ഫോർ ലൂപ്പ് അറിയാം. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പും ഉണ്ട്, എന്താ ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് ഓരോ എലിമെൻറ്റ്സിന് എടുക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. കാരണം ഒരു കൺട്രോൾ വേരിയബിൾ വേണം, അതിൻ്റെ വാല്യൂ ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ കൂട്ടി പോകണം. എന്നിട്ട് അവസാനം എങ്ങാനും മറ്റേ എന്താ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് എറർ വരും. അപ്പോൾ അതിനൊക്കെ പകരം നമുക്ക് ജസ്റ്റ് പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫോർ ഇൻ ലൂപ്പ് എന്ന നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ലാംഗ്വേജിൽ ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ലൂപ്പ് നോർമലി ഒരു ഇറ്ററേറ്റർ അല്ല, ഇറ്ററബിൾ ആയിട്ടുള്ള സാധനം, ഇങ്ങനെ ചാടി പോകാൻ പറ്റുന്ന സാധനം മാത്രമേ അതിൻ്റെ അവിടെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫോർ എന്നുള്ള കീവേഡ് കൊടുക്കും, എന്നിട്ട് ഒരു ടെമ്പററി വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ചാടി പോകുമ്പോൾ ആ ടെമ്പററി ആയിട്ട് ഓരോ വാല്യൂവിന് സേവ് ചെയ്തൊക്കെയുള്ള ഒരു വേരിയബിൾ ജസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുകയാണ്. ശേഷം ഇന്ന് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം, എന്നിട്ട് ലിസ്റ്റിൻ്റെ പേര് കൊടുക്കാം, നമ്പേഴ്സ് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് പ്രിന്റ് നമ്പർ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ആദ്യം നമ്പറിന് 2 എന്നുള്ള വാല്യൂ കിട്ടും, പിന്നെ അടുത്തതിലേക്ക് ചാടി 4 കിട്ടും, അങ്ങനെ ഓരോ നമ്പർ കിട്ടും. അങ്ങനെ നമ്മൾ നമ്പറിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിലൂടെയുള്ള ഇങ്ങനെ പോയിട്ട് ഓരോ വാല്യൂസും കിട്ടും. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ അപ്ഡേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ കൂടെ ഇങ്ങനെ പോയിട്ട് പ്രിന്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ബേസിക് ഐഡിയ ഇതാണ്. ഇത് ഓക്കെ ആണോ? അതെ, ലിസ്റ്റിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇത് അല്ലല്ല, ഇത് ലിസ്റ്റിൽ മാത്രമല്ല, നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പം മലയാളം മനസ്സിലായി, ലിസ്റ്റ് മാത്രമല്ല, കളക്ഷൻ ടൈപ്പ് എന്നുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കിയാൽ അതിന് കൊടുക്കാം, ആ ക്ലാസ് എന്താണെന്നൊക്കെ പറയണം. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പം ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഈ ലിസ്റ്റിൽ മാത്രം എന്നുള്ളൊരു ഐഡിയ വിചാരിച്ചു, പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. എന്നാലും ഇതിൽ കൂടി ഇങ്ങനെ ചാടി പോകാന്നുള്ളൊരു ലോജിക്കാണ്, അത് മനസ്സിലായില്ലേ? ഈ ഫോർ ലൂപ്പില് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ കഴിയും? ഞാൻ നോക്കിയിട്ടില്ല. ഈ പറഞ്ഞത് മറ്റേ ഇതല്ലേ, ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്തിട്ട് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതന്നെ.
അങ്ങനെ ആ ലൂപ്പ് നമ്മളെ എന്താ പണ്ടത്തെ സി പ്രോഗ്രാമിങ്ങിലും ജാവയിലൊക്കെ ഉള്ളതാണ്. പക്ഷെ പൈത്തണിൽ അങ്ങനെ ഒരു ലൂപ്പ് ഇല്ല, ഫോർ ലൂപ്പ് ഇല്ല. പൈത്തണിൽ ഫോറിൻ ലൂപ്പ് തന്നെ പറയാനുണ്ട്. ഇവിടെ ഇന്നെന്ന് പറയുന്നുണ്ട് കണ്ടോ. പൈത്തണിൽ ആ ഒരു ലോജിക്കില്ല. ആ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കേണ്ടി വരും. പൈത്തണിൽ ആകെ ഇങ്ങനെ ചാടി ചാടി പോകാൻ പറ്റിയ ഫോർ ലൂപ്പേ ഉള്ളൂ കേട്ടോ. കേൾക്കണില്ല? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ലോജിക്ക് ഇങ്ങനെ ചാടി ചാടി പോകുന്നുള്ള ലോജിക്ക് കിട്ടിയല്ലോ. ഓക്കെ. അടുത്തതായിട്ട് റേഞ്ച് ഫംഗ്ഷൻ. നമ്മൾ ഈ ചാടി ചാടി പോകാന്നുള്ള ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചില കേസുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ 1 മുതൽ 1000 വരെയുള്ള സംഖ്യ ഈ ചാടി ചാടി പോകാൻ ലോജിക്ക് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക? നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്പേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ 1 മുതൽ 1000 വരെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരില്ലേ? ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരില്ല? അത് വലിയ പണിയല്ലേ എത്ര അങ്ങോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ ആണെങ്കിൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ കൊടുക്കും. അപ്പം ഫോർ നമ്പേഴ്സ് പക്ഷെ നമുക്കിവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ 1 മുതൽ 1000 വരെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ റിസ്ക് ആണ്. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ പ്രൊവൈഡ് ചെയ്ത ഒരു ഫംഗ്ഷനാണ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ. ഇപ്പോൾ റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേരും ഒരു ഓപ്പണിങ് ക്ലോസിങ് ഉണ്ടാവുമെന്ന് മാത്രമേ ഇപ്പോൾ വിചാരിച്ചാൽ മതി. ഈ പ്രിൻ്റ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു, ഇൻപുട്ട് ഒരു ഫംഗ്ഷൻ ആയിരുന്നു, str ഇൻറ്റ് അതൊക്കെ ഒരു ഫംഗ്ഷൻസ് ആയിരുന്നു. പക്ഷേ അതെന്താണെന്നുള്ളത് നമ്മളിപ്പം മനസ്സിലാക്കേണ്ട. ജസ്റ്റ് ഇത് റേഞ്ചിൽ നിന്ന് കോൾ ചെയ്യാം. റേഞ്ചിൽ നിന്ന് കോൾ ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ എത്ര വരെയാണെന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റേഞ്ച് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, അതൊന്നും നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഖ്യകൾ ഇങ്ങനെ തരും. പക്ഷേങ്കിൽ റേഞ്ചിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു സംഖ്യ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ അതിൻ്റെ തൊട്ട് പുറകെയുള്ള 10 ആണെങ്കിൽ 9 വരെയുള്ള സംഖ്യ വരും. ഇത് രണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ 0 to 9. ഇപ്പോൾ ഞാൻ 10 പകരം 11 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 10 വരെ ഉണ്ടോ. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ തൊട്ട് പുറകെ വരെയുള്ള മാത്രമേ കിട്ടുള്ളൂ. n ആണെങ്കിൽ n-1 വരെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലായോ റേഞ്ചിൻ്റെ? മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 0 മുതൽ എത്ര വരെയുള്ള സംഖ്യ നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും റേഞ്ച് വെച്ചിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് 10 മുതൽ 20 വരെയുള്ള സംഖ്യ വേണം, അല്ലെങ്കിൽ 30 മുതൽ 40 വരെയുള്ള സംഖ്യ. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കേസിലാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്പർ പറയും. ഇപ്പോൾ 10 മുതൽ 20 വരെയുള്ള സംഖ്യ ആണെങ്കിൽ സ്റ്റാർട്ടിങ് നമ്പർ 10 ആയിരിക്കും. എൻഡിങ് നമ്പർ പറയുമ്പോൾ നേരത്തെ അതേ കേസ് ഇവിടെ അപ്ലിക്കബിൾ ആണ്. അവസാനത്തെ സംഖ്യ വരെ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെയുള്ളവരെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ n കൊടുത്താൽ n-1 വരില്ല. അപ്പോൾ 20 കൊടുത്താൽ 19 വരെയുള്ള കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 10 മുതൽ 19 വരെയുള്ള വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 20 വരെ ആക്കണമെങ്കിൽ ഇതിന് എന്താ കൊടുത്താൽ മതി? 21 കൊടുത്താൽ മതി. ഇപ്പം എന്ത് സംഭവിക്കും? എന്താ 10 മുതൽ 20 വരെയുള്ള സംഖ്യ ഇങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത്. അപ്പോൾ റേഞ്ചിൽ രണ്ടാമത്തെ യൂസേജ് നമ്മൾ 2 സംഖ്യകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് സംഖ്യ ആയിട്ട് എടുക്കും. ഇത് അവസാനത്തെ തൊട്ട് പുറകെ വരെയുള്ള കിട്ടുള്ളൂ. n ആണെങ്കിൽ n-1 അല്ലേ? ആ ഒരു ഐഡിയ മനസ്സിലായോ? റേഞ്ചിൻ്റെ രണ്ടാമത്തെ യൂസ് ആണ്. ഒന്ന് സിംഗിൾ സംഖ്യ കൊടുക്കുക, രണ്ടാമത്തെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊടുക്കുക. എൻഡിങ്ങിൻ്റെ തൊട്ട് പുറകുള്ള വരെ കിട്ടും. അതൊക്കെയാണോ? ഓക്കെ. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കേസാണ് ചിലർക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ ആ കേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റേഞ്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം 10 ആയിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ 1 കൂട്ടി 11 ആയി, പിന്നെ 1 കൂട്ടി 12 ആയി, പിന്നെ 1 കൂട്ടി 13. അപ്പോൾ ഇവിടെയൊക്കെ കൂട്ടി പോകുന്നത് എത്രയാണ്? 1 ആണ്. ആ 1 നമുക്ക് മാറ്റിയിട്ട് എന്താ 5 എന്നോ അല്ലെങ്കിൽ 2 എന്നോ അങ്ങനെ ഏതെങ്കിലും സംഖ്യ ആക്കണം. അപ്പോൾ ആ സംഖ്യയാണ് നമുക്ക് 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാലുള്ള സാധനം. അപ്പോൾ റേഞ്ചിൽ നമുക്ക് ഒറ്റ പാരാമീറ്റർ ഒറ്റ സാധനം മാത്രം കൊടുക്കാം, 2 സാധനം കൊടുക്കാം, 3 സാധനം കൊടുക്കാം. ഈ 3 സാധനം കൊടുത്താൽ എന്താ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് സംഖ്യ, ഇത് അവസാനത്തെ തൊട്ട് പുറകെ വരെ പോകും. ഇത് എത്രയാണോ കൂട്ടി പോകേണ്ടത്, സ്റ്റെപ്പ് എത്രയാണോ എന്നുള്ളത്. അപ്പോൾ കണ്ടോ, ആദ്യം 10 ആയിരുന്നു, പിന്നെ 12, പിന്നെ 14, പിന്നെ 16, പിന്നെ 18, പിന്നെ 20. ഇപ്പോൾ നേരത്തെ കേസാണെങ്കിൽ 1 ആയിരുന്നു കൂട്ടി പോകുന്നത്. ഈ കേസിൽ 2 ആണ്. അപ്പോൾ അതാണ് റേഞ്ചിൻ്റെ മൂന്നാമത്തെ യൂസ്. അത് ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അത്ഫാനെ നേരത്തെ ചോദിച്ചേ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് ഇപ്പോൾ ലൈവിൽ പറഞ്ഞത്. ഇനി നമ്മുടെ ഫസ്റ്റ് എന്തെങ്കിലും മിനി പ്രോജക്റ്റിൽ
അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത എത്ര ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്? കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ പ്രശ്നമില്ലായിരുന്നു. എൻ്റെ ഇത് പോയോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കോഡ് ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നെറ്റ് പോയല്ലോ എൻ്റെ. കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കോഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു ഡോഗ് സ്ട്രിങ് എന്ന് ഇതിനെ പറയാം. കോഡ് മാത്രം, അതായത് ഫംഗ്ഷൻ്റെ കോമ്പില്ല, അതൊക്കെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. പക്ഷെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളെ ഒരു ഫോർമാലിറ്റി കണ്ടിട്ട് ഇങ്ങനെ എഴുതിയേക്കാം കേട്ടോ. നമ്മളെ പേര്, ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, ജസ്റ്റ് നമ്മളെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിലാദ്യം ഈ സംഭവം അറിയില്ലേ, കമൻറ്റ് എന്താണെന്ന് അറിയില്ലേ? കമൻറ്റ്സ് എന്താണെന്ന് അറിയോ? അതോടെ പറയണോ? ഓക്കെ ഓക്കെ, കമൻ്റ് അറിയാം. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ആ മിനി പ്രോജക്റ്റിൽ നമ്മൾ കുറേ ടു ഡു ആയിട്ടാണ് തന്നത്. ടു ഡു ഞാൻ VS കോഡ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട്, ടു ഡു ഹൈലൈറ്റ് ചെയ്തിട്ട്. ഒന്നാമത് ചെയ്യേണ്ടത് ക്രിയേറ്റ് എൻ എംപ്റ്റി ലിസ്റ്റ് കോൾഡ് സ്കോർസ്. അപ്പോൾ നമുക്കൊരു എംപ്റ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. ഇവിടെ അതിന് ഒരു എക്സാമ്പിൾ ഇതാ, ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു എംപ്റ്റി ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്കോർസ് എന്ന് പറഞ്ഞിട്ടൊരു എംപ്റ്റി ലിസ്റ്റ് ഉണ്ടാക്കാം. ഒന്നാമത്തെ പണി കഴിഞ്ഞേ, അതൊക്കെയാണോ എംപ്റ്റി ലിസ്റ്റ് ഉണ്ടാക്കിയത്? എംപ്റ്റി ലിസ്റ്റ് നമ്മൾ ഓരോ ജസ്റ്റ് കാലി ബ്രാക്കറ്റ് ഇട്ട് അത് എംപ്റ്റി ആണ്. അപ്പോൾ രണ്ടാമത്തെ പണി നമ്മൾ നോക്കാം. രണ്ടാമത്തെ പ്രിന്റ് ആൻ എംപ്റ്റി ലൈൻ. നമ്മൾ ഇവിടെ മേലെ വായിച്ചൊക്കെ എംപ്റ്റി പ്രിന്റർ യൂസ് ടു പ്രിന്റ് ബ്ലാങ്ക് ലൈൻ. അതേപോലെ തന്നെ അതേ സെയിം സാധനം ഇവിടെ കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ബ്ലാങ്ക് ലൈൻ വന്ന് അതിന് വേണ്ടിയിട്ടാണ് വെറും പ്രിന്റ് കൊള്ളുന്നത്. അതും ഓക്കെയാണോ? അടുത്ത ആഡ് കറണ്ട് സ്കോർസ് ടു ദ സ്കോർസ് ലിസ്റ്റ്. അപ്പം അതൊക്കെ വെറും സിമ്പിളാണ്, കാരണം അതിൻ്റെ മേലെ സെയിം സംഭവം സ്റ്റുഡൻസിൻ്റെ പേര് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്കോറും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു ലിസ്റ്റിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിസ്റ്റും നമ്മളെ കയ്യിലുണ്ട്, സ്കോർസ്. ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് അവസാനത്തിലേക്ക് കൊണ്ടുപോയി ആഡ് ചെയ്യാം? ആരെല്ലാം ഒന്ന് പറഞ്ഞേ. യെസ്, എന്താ ആഡ് ചെയ്യണ്ടേ? കറണ്ട് സ്കോർസ്. കറണ്ട് സ്കോർ ഈ വേരിയബിളിനകത്താണുള്ളത്. അപ്പം മൂന്നാമത്തെ സെറ്റായി. അപ്പം 3 ടു ഡു കംപ്ലീറ്റ് ചെയ്ത്. ഇതുവരെയുള്ള 3 ടു ഡൂസിൽ ഏതെങ്കിലും സാധനം ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയറാ. ഓക്കെ, ഈ നാലാമത്തെ ടു ഡു. ക്രിയേറ്റ് എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഫോർ എബോവ് ലൂപ്പ്, മേക്ക് ഷുവർ ടു ഇനീഷ്യലൈസ് പ്രോപ്പർ വാല്യൂ. നമ്മൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണെന്ന് നോക്കാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഇവിടെ കണ്ടോ, ഐ അല്ലേ കൺട്രോൾ? ലൂപ്പിൻ്റെ അകത്ത് ലൂപ്പിന് എണ്ണ യൂസ് ചെയ്ത വേരിയബിളിനാണ് ലൂപ്പ് കൺട്രോൾ എന്ന് പറയുക. നമ്മൾ ഐ എന്നുള്ള വേരിയബിളാണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ വാല്യൂ എന്തെന്നാണ് തുടങ്ങേണ്ടത്? നമ്മളിവിടെ വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ വാല്യൂ 0 മുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അപ്പോൾ 0 കൊടുക്കുക. അപ്പോൾ നാലാമത്തെ ടു ഡു കംപ്ലീറ്റ് ആയേ. ഇനി അടുത്ത അഞ്ചാമത്തെ ടു ഡു. അഞ്ചാമത്തെ ടു ഡുവിൽ എന്താ പറയുന്നത്? ചെക്ക് ഇഫ് കറണ്ട് സ്കോർ ഈസ് ദ ടോപ്പ് സ്കോർ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ആ വായിച്ച അതേപോലെ തന്നെ ഈ കറണ്ട് സ്കോർ ഈസ് നമുക്കില്ല, അതിന് പകരം ഈക്വൽ ടോപ്പ് സ്കോർ ഏതിലുള്ള ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിനകത്തുണ്ട്. ജസ്റ്റ് അത് കഴിഞ്ഞതാ. കറണ്ട് സ്കോർ ടോപ്പ് സ്കോർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ അറ്റത്ത് ടോപ്പർ എന്ന് പ്രിന്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ടോപ്പർ എന്നില്ല, ജസ്റ്റ് സ്കോർ മാത്രം. അപ്പോൾ അഞ്ചാമത്തെ ടു ഡു ഓക്കെയാണോ? അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അതൊക്കെയാണോ? ഓക്കെ. ഇനി ആറാമത്തെ അപ്ഡേറ്റ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. നമ്മൾ ടോപ്പ് സ്കോർ കണ്ടെത്തുന്നു പറഞ്ഞ അവിടെ പറയാൻ എവിടെ പോയി ഇതാ. ഇപ്പം നമുക്ക് നേരത്തെ നമ്മളൊരു മെത്തേഡ് എടുത്തിരുന്നു,
LEN എന്നിട്ട് സ്കോർ അല്ലെങ്കിൽ എന്താ ലിസ്റ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ LEN കൊണ്ട് റാപ്പ് ചെയ്താൽ മതി എന്നാണ്. അതേപോലെ തന്നെ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മാക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. പൈത്തൺ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മാക്സ് കൊണ്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റിൽ ഏറ്റവും വലിയ സംഖ്യ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ കാണുന്നില്ലേ, ഞാൻ മാക്സോ 1 2 3 4 5 ഇതിൽ ഏറ്റവും വലിയ സംഖ്യ കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ എത്രയാണോ അങ്ങനെ നമുക്ക് ഏത് ലിസ്റ്റിൽ നിന്നാണെങ്കിലും അതിൽ ഏറ്റവും വലിയ എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മാത്സ് ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ പറഞ്ഞു ലിസ്റ്റിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് 0 മുതൽ അതുവരെ, അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ ഒന്നാണ് കൂട്ടിക്കൊണ്ട്. അതുകൊണ്ട് അപ്ഡേഷൻ വരുമ്പോൾ ലൂപ്പിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ 1 കൂട്ടാം. ഈ 6 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് സെറ്റ് ആയിട്ടുണ്ടാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ 2 ആൾക്കാരെ മാത്രം കൊടുക്കാം. അലക്സ് കൊടുക്കാം. 46 48 രണ്ടും ടോപ്പറാണ്. ഇതേ സെയിം എറർ എനിക്ക് പറ്റിയാണ്. ഒരു മിനിറ്റ് നോക്കാം. അതില്ലേ എന്താ മറ്റേ പറഞ്ഞുതരാം. കറണ്ട് സ്കോറിന്റെ അവിടെ അതന്നെ സ്കോർ ആയി കൊടുത്തത്. ഒരു മിനിറ്റ്. അല്ലല്ല, ഇവിടെ ആയി വിട്ടുപോയിട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ്. അല്ലല്ല, അത് കഴിഞ്ഞ പ്രീവിയസ് വാല്യൂ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇത് നോക്കി സ്കോർ ഓഫ് ആയി നല്ല കൊടുക്കണ്ടി. അതന്നെ നല്ല കറണ്ട് സ്കോർ കിട്ടുള്ളൂ. രണ്ടാൾക്കാര് സെയിം എറർ എനിക്ക് വന്നില്ല. കൊറേ നേരമായി ഇരുന്നു. എന്നാ ചോദിക്കണ്ടേനോ? അല്ല അത് റെഡി ആയി. ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇതില് വർക്കിംഗ് ഒന്നുകൂടെ പറഞ്ഞേ. സ്റ്റാർട്ടിങ്ങിൽ നമ്മള് 2 ലിസ്റ്റ് അതിന്റെ ആ സംഭവം ഒന്നുകൂടി പറഞ്ഞേ. കറണ്ട് സ്കോർ അല്ലാതെ സ്കോർ എങ്ങനെ? അത് പറയാം. ആദ്യം മുതലേ പറയാം. അതാണ് എന്താ വെച്ചാൽ വർക്കിംഗ് മനസ്സിലാക്കട്ടെ. നമ്മൾ ആദ്യം 2 എംപ്റ്റി ലിസ്റ്റ് ഉണ്ടാക്കി. 4 ലിസ്റ്റ്. ഒന്നിൻ്റെ അകത്ത് സ്റ്റുഡൻസിൻ്റെ പേര് സ്റ്റോർ ചെയ്യാൻ, ഇതിൻ്റെ അകത്ത് മാർക്ക് സ്റ്റോർ ചെയ്യാൻ. പിന്നെ ഇതൊക്കെ എന്താ ഡിസ്പ്ലേ ഷോക്ക് വേണ്ടി മാത്രം കേട്ടോ. ഇതൊന്നും നമ്മുടെ പ്രോഗ്രാം ലോജിക്കായിട്ട് ഒരു ബന്ധമില്ല. ജസ്റ്റ് ഒന്ന് ഒരു വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ആദ്യം യൂസറോട് ചോദിക്കുകയാണ് എത്ര സ്റ്റുഡൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഇവിടെയൊക്കെ വേരിയബിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ടൈപ്പ് എന്തെങ്കിലും പേര് കൊടുക്കാം. അണ്ടർസ്കോർ വെച്ചിട്ട് നമ്മൾ വാക്കുകൾ സെപ്പറേറ്റ് ചെയ്യാൻ അണ്ടർസ്കോറോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ക്യാമൽ കേസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ പിന്നെ കോഡ് എഴുതുന്ന സമയത്ത് നല്ല ഫോർമാറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം. നമുക്ക് കോഡ് വായിക്കാൻ സുഖം ഉണ്ടാകും. പിന്നെ വെറും പ്രിന്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 4 ലൈന് വരും. അതിന് വേണ്ടിയിട്ടാണ് വെറും പ്രിന്റ് കൊടുത്തത്. ഇനി നമ്മൾ പിന്നെ ചെയ്യുന്നത് സ്ലാഷ് തന്നെ കൊടുത്തൂടെ? സ്ലാഷ് തന്നെ കൊടുത്താൽ 2 4 ലൈൻ വരും. അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് പ്രിന്റ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളെ. ഒരു 4 ലൈൻ ഒന്ന് ഒറ്റ ലൈന്. അതിന് പകരം നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചു 2 ലൈൻ വന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ പ്രിന്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരു 4 ലൈന് പ്രിന്റ് അവസാനം കൊണ്ടിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഒരു ഒറ്റ ലൈന് മാത്രം 4 കിട്ടിയത്. സ്ലാഷിന് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ആ ന്യൂ ലൈനും പിന്നെ പ്രിന്റിന്റെ കൂടെ ഉള്ള ന്യൂ ലൈനും, അതുകൊണ്ടാണ് അവിടെ 2 ലൈൻ ഉള്ളത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്പർ ജനറേറ്റ് ചെയ്യാണ്. in റേഞ്ച് നമ്മളെന്താ നേരത്തെ 0 to നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരെ ലൂപ്പ് ചെയ്ത പോലെ വൈൽ ലൂപ്പ് പോലെ തന്നെ ഞങ്ങൾ ഫോർ ലൂപ്പ് കൂടെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഫോർ ലൂപ്പ് ഇട്ടത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ് നെയിം സ്റ്റോർ ചെയ്യുന്ന ഈ വേരിയബിളിലേക്ക്, അതേപോലെ തന്നെ സ്കോർ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ സ്കോർ നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിന് ഇൻറ്റ് കൊണ്ട് റാപ്പ് ചെയ്ത്, പിന്നെ ഇവിടെയൊക്കെ ഞാൻ STR വെച്ചിട്ട് ഇങ്ങനെ പ്ലസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത്. അത് വേണമെങ്കിൽ നമ്മൾ ഫോർമാറ്റഡ് സ്ട്രിങ് പഠിച്ചതുകൊണ്ട് ഇങ്ങനെ F ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അതിന് അടുത്ത കേസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ കിട്ടിയ കറണ്ട് നെയിമും കറണ്ട് സ്കോറും ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? ആദ്യം സ്റ്റുഡൻറ്റിൻ്റെ
നെയിമുള്ള ലിസ്റ്റിലേക്ക് ആ പേര് ആഡ് ചെയ്ത് പിന്നെ സ്കോറുള്ള ലിസ്റ്റിലേക്ക് ഇപ്പോൾ സ്കോർ ആഡ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഈ ലൂപ്പ് നമ്മളെ യൂസറുടെ കയ്യിൽ നിന്ന് ഫുൾ വാല്യൂസ് വാങ്ങിയിട്ട് ഓരോ ലിസ്റ്റിലാക്കിയിട്ട് സ്കോർ ഒരു ലിസ്റ്റിൽ അതേപോലെ തന്നെ നെയിം ഒരു ബിഗ് ബോസ് ലിസ്റ്റിൽ. അവിടുത്തെ റേഞ്ചിന്റെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? റേഞ്ച് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ വൈൽ ലൂപ്പ് കൊടുക്കുമ്പോൾ i = 0 പിന്നെ n വരെ പോകുന്ന അതേപോലെ തന്നെ നമ്മൾ എന്താ അതൊരു ഫോർ ലൂപ്പ് ചെയ്ത് ഇവിടെ ഇപ്പോൾ റേഞ്ചിൻ്റെ അകത്ത് എന്ത് കൊടുത്താലും 0 മുതൽ ആ സംഖ്യ വരെ ആ സംഖ്യക്ക് തൊട്ട് പുറകുള്ള വരെ കിട്ടും. 5 കൊടുക്കുന്നെങ്കിൽ 0 1 2 3 അങ്ങനെ 4 വരെ കിട്ടും. അതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുക്കുകയാണെങ്കിൽ 0 1 2 3 അപ് ടു നമ്പർ ഓഫ് സ്റ്റുഡൻസ് -1 വരെ കിട്ടും. അതാണല്ലോ നമുക്ക് വേണ്ടത്. കാരണം ലിസ്റ്റിൽ 0 മുതലാണല്ലോ എണ്ണി തുടങ്ങുക. അപ്പം ഞാനിവിടെ 2 കുട്ടികളുണ്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ i റേഞ്ച് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ 0 ആയ കേസിൽ ഒന്നാമത്തെ കുട്ടീൻ്റെ ആഡ് ചെയ്ത് ഇനി അതിൻ്റെ വാല്യൂ 1 ആകും. 1 ആയ കേസിൽ രണ്ടാമത്തെ കുട്ടീനെ ആഡ് ചെയ്ത് 3 ആവില്ല, കാരണം i റേഞ്ച് 2 ആണ് കൊടുത്തത്. 2 ആകുമ്പോൾ 2ൻ്റെ തൊട്ട് പുറകെ 1 വരെയുള്ള വരും. അതുകൊണ്ടാണ് 0 1 മാത്രമേ വരും. അങ്ങനെ നമ്മൾ ലിസ്റ്റിലേക്ക് വാല്യൂസ് ഈ ലൂപ്പ് ഉപയോഗിച്ച് വാങ്ങി ശേഷം നമ്മളെ കയ്യിൽ സ്കോർസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ കുട്ടികളുടെ സ്കോർ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് സ്കോർ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ടോപ്പ് സ്കോർ കണ്ടുപിടിച്ച് അത് ടോപ്പ് സ്കോർ എന്നുള്ളൊരു വേരിയബിളിലേക്ക് കൊടുത്ത് ശേഷം വീണ്ടും നമ്മൾ പറഞ്ഞ ആ വിഷ്വലി ഇതുള്ള സാധനമാണ്. ഇതൊന്നും പ്രോഗ്രാം ലോജിക്കായിട്ടൊരു ബന്ധമില്ല, ജസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അടുത്തത് നമ്മൾ ലിസ്റ്റിൻ്റെ അകത്തൂടെ ലൂപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് പഠിച്ചോടെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തത് 0 ആണ്, കാരണം ലിസ്റ്റിൽ കൂടെ പോകണം. ലിസ്റ്റിൽ എണ്ണാൻ തുടങ്ങുന്നത് 0 തൊട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവസാനം വരെ പോകാൻ i <n ആണ്. ഇവിടെ n-ന് പകരം നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് സ്റ്റോർ ചെയ്തത്. അത് പറഞ്ഞു അങ്ങനെ സ്കോർസ് ഓഫ് i എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്കോർ എത്രയാണോ ആ ലൂപ്പ് ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ആ ഗ്രേഡ് മാറി കളിക്കും. എന്നിട്ട് ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സേവ് ആവും. അത് നമ്മൾ ലോജിക്ക് പറഞ്ഞത് 40 അതിൻ്റെ മേലോ ആണെങ്കിൽ എ ഗ്രേഡ്. അങ്ങനെ നമ്മളന്ന് ഉണ്ടാക്കിയ പ്രോഗ്രാമിൽ അതേ ലോജിക്ക് തന്നെ. 10-ന് താഴെയാണെങ്കിൽ ഫെയിൽ. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇപ്പം ഉള്ള സ്കോറ് ടോപ്പ് സ്കോർ ആണോ എന്നുള്ളത്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് അയച്ചെന്ന പ്രോഗ്രാമിൽ ഞാനിവിടെ കറണ്ട് സ്കോർ എന്നാണ് കൊടുത്തത്. അപ്പോൾ ആ കേസിൽ അത് തെറ്റാനുള്ള റീസണ് കറണ്ട് സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ഈ ലൂപ്പുമായിട്ടൊരു ബന്ധമില്ല. കറണ്ട് സ്കോർ നേരത്തെ നമ്മൾ ഈ ഫോർ ലൂപ്പിനകത്ത് ഇവിടെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള സീന് ഇത് അവസാനം ഏത് സ്റ്റുഡൻറ്റിൻ്റെ സ്കോറാണോ വാങ്ങിയത് അതാണ് ഈ കറണ്ട് സ്കോറിൻ്റെ അകത്ത് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ റാൻഡായിട്ട് നമ്മൾ ഏതാണോ ആ ലൂപ്പിനകത്ത് അവസാനം വാങ്ങിയ സ്കോർ അതാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും. അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കറണ്ട് സ്കോർ ഈക്വൽ ടു സ്കോർസ് ഓഫ് i എന്ന് കൊടുക്കും. സ്കോർസ് ഓഫ് i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ കേസിലും അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറണല്ലോ. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ സ്കോർസ് ഓഫ് 0 കിട്ടി, അതാണ് ഇപ്പോഴത്തെ സ്കോർ. ഇനി അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അടുത്തേക്ക് ചാടി, അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്കോർ. അങ്ങനെ ആ ഒരു ലോജിക്കായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കറണ്ട് സ്കോർ എടുത്തത്. ഇനിയിപ്പോൾ കറണ്ട് സ്കോർ എടുത്താൽ സീൻ ഉണ്ടാവില്ല, കാരണം ഞാൻ അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കറണ്ട് സ്കോർ ടോപ്പ് സ്കോർ ആണെങ്കിൽ നമ്മളെ ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ അകത്ത് ഇതിൽ ഏറ്റവും വലിയ സ്കോർ ഉണ്ട്, അയാളാണോ ഇത്, അങ്ങനെയാണെങ്കിൽ അയാളുടെ എൻഡിൽ ഒരു ടോപ്പർ എന്നുള്ള ഒരു സാധനം കൂടി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. അപ്പോൾ ഇനി ഇത് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 ആൾക്കാരെ ഉണ്ടോ. അപ്പോൾ അതായിരുന്നു നമ്മളെ മിനി പ്രോജക്റ്റ്. അത് ചിലതൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ചെയ്തത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കോഡ് ലോജിക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി, അടുത്ത പണി വരുന്നുണ്ടേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഒരു പുതിയ പ്രൊജക്റ്റ് തരാൻ പോവാണ്. ചെയ്യാൻ പറ്റും, ചെറിയൊരു പ്രൊജക്റ്റ് ഒന്നും വിളിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയാം. വിളിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രൊജക്റ്റ് അറിയാം. കാണിച്ചുതരാം. ഇത് കാണുന്നില്ലേ?
ടെക്സ്റ്റ് വലുതാക്കണോ? കാണുന്നില്ലേ? ഇപ്പൊ നമ്മൾ റോക്ക് പേപ്പർ സീസേഴ്സ് കളിക്കാറില്ലേ? കാണില്ലേ? ആ കാണാം. അപ്പൊ നമ്മള് യൂസറോട് ഒരു ചോയ്സ്, റോക്ക് പേപ്പർ സീസേഴ്സിൽ ഏതെങ്കിലും ഒരു ചോയ്സ് നോക്കാൻ പറയും. നമ്മൾ റോക്ക് തന്നെ കൊടുക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടർ റാൻഡായിട്ട് ഏതെങ്കിലും ഒരു സെലക്ഷൻ, ഈ റാൻഡായിട്ട് സെലക്ട് ചെയ്യുന്ന സംഭവം ഞാൻ പറയാം കേട്ടോ, അതവിടെ വെക്കട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു എന്താ 4-5 ഈഫെൽസ് ഉണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ റോക്ക് യൂസർ സെലക്ട് ചെയ്ത് റോക്കും സീസേഴ്സ് നോക്കി കഴിഞ്ഞാൽ റോക്കല്ലേ ജയിക്കാം. അപ്പം അങ്ങനെ നമ്മൾ എന്താ പേപ്പർ വർക്കാണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ പേപ്പർ ടൈ ആണ്. അപ്പം അങ്ങനെ ഇതാണ് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഇത് ഈ രൂപത്തിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സ്കോർ ബോർഡൊക്കെ വെച്ച് വേറെ ലെവലിലാക്കി ചെയ്യാം. പക്ഷെ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇങ്ങനെയെങ്കിലും ചെയ്യണം. ഇതിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് ആ സംഭവം ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഐഡിയ മനസ്സിലായോ? റോക്ക് പേപ്പർ സീസേഴ്സ് മനസ്സിലായോ? ആ സംഭവം മനസ്സിലായി. ഓക്കെ. ആൻസറാണ്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫയൽ. ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഒരു ചോയ്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിനെ പറ്റി നിങ്ങൾ ബോധേഡാവുക വേണം. നിങ്ങൾ യൂസറെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുക, ചെക്ക് ചെയ്യുക, വിന്നർ ആരാന്ന് നോക്കുക. ആ ഒരു ബേസിക് ഐഡിയ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ ഓരോ സമയം അത് റാൻഡായിട്ട് സെലക്ട് ചെയ്തോളും. അപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി നിങ്ങൾ ഒരു പ്രശ്നമാക്കണ്ട, ബാക്കിയാണ് നിങ്ങളുടെ ഇത്. അപ്പോൾ ഈ സാധനം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായോ? അല്ല ചെയ്യേണ്ട എന്താന്ന് മനസ്സിലായോ? അല്ലടാ അത് ഹാൻഡ് ഓവർ വെച്ചിട്ട് ചെയ്യണം ഇപ്പില്. അതൊക്കെ നിങ്ങളെ ഐഡിയ ലോജിക്ക് പറഞ്ഞാരില്ലല്ലോ. ഞാൻ ഇപ്പം ജസ്റ്റ് കണ്ടോ, ഇത് റൺ ചെയ്താൽ കമ്പ്യൂട്ടർ റാൻഡായിട്ട് ഓരോന്ന് ചൂസ് ചെയ്യുന്നുണ്ടോ? കാണില്ലേ? കമ്പ്യൂട്ടർ റാൻഡായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഈ കമ്പ്യൂട്ടറിൽ നിന്നുള്ള പ്രിന്റ് ചെയ്തപ്പോൾ ഓരോ റണ്ണിലും റാൻഡായിട്ട് ഇതിന് ഏതെങ്കിലും ഒന്ന് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടറിൻ്റെ സൈഡൊക്കെ സെറ്റാണ്. നിങ്ങളുടെ സൈഡ് നിങ്ങൾ യൂസറെ കയ്യിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് നോക്കുക, അതൊക്കെയാണ്. നമ്മൾ മനസ്സിലായില്ലേ? ഏകദേശം മനസ്സിലായി തോന്നുന്നു. ബാക്കി പിന്നെ ഒരു കാര്യമുണ്ടേ, ഇത് അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് എവിടുന്നും കിട്ടാൻ പറ്റിയ അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് വേറെ അവിടെ കോഡ് അടിച്ചു നോക്കിയിട്ട് അതന്നെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളോട് നീതി പുലർത്തേണ്ടത്. കൺട്രോൾ CV. ഇപ്പൊ ഞാൻ ഇതിൽ റോക്ക് പേപ്പർ സീസറിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇൻവാലിഡ് ചോയ്സ് കാണിക്കട്ടോ. കമ്പ്യൂട്ടർ ചൂസ് ചെയ്യും, അത് നമ്മൾ കൊടുത്തോണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ബേസിക് ആയിട്ട് രൂപത്തിൽ ഞാൻ തന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ഏത് ലെവലിലാണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ തന്നെ ആയാലും മതി. ഇത് മിനിമം, ഇതിൻ്റെ മേലെ എങ്ങോട്ടാണെങ്കിലും പോവാം. അപ്പോൾ അത് സെറ്റല്ലേ? ചെയ്യാൻ പറ്റുമോ? നോക്കാം. എന്നാൽ ഇതിന് ഞാൻ ഡെഡ് ലൈൻ ഒക്കെ ആണ്. കഴിഞ്ഞ അസൈൻമെന്റിനൊന്നും ഡെഡ് ലൈൻ ഇട്ടിട്ടില്ലേന്, ഇതിന് ഡെഡ് ലൈൻ ഒക്കെ ആണ്. എത്ര സമയം വേണ്ടേ? എപ്പോഴത്തേക്ക് വെക്കാൻ പറ്റും? നാളെ ഉച്ചക്ക്. നാളെ ഉച്ചക്കോ? ജസ്റ്റ് ഒരു 12 അതിന് കോഡ് ഉണ്ടാവും. 12 മാക്സിമം 12 തന്നെയാണോ? 16? അല്ല ഇന്ന് രാത്രി വെച്ചതല്ലേ. ഇന്ന് രാത്രി എല്ലാവരും ഒരു ടൈം എന്താ ചാറ്റിലിടെ നോക്കാലോ. നാളെ ഉച്ചയ്ക്ക് 12 മണി. നാളെ രാവിലെ നാളെ 10 മണിയാണോ? 12 മണിക്ക് എണീക്കുള്ളൂ. എങ്ങനെ? നാളെ മോർണിംഗ് 10 മണിയാക്കാം. അങ്ങനെ ജസ്റ്റിന് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ. സ്വന്തമായിട്ട് ചെയ്യണ്ടേ, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്ക് ആരും ഇവിടെ കൊടുക്കാനുള്ള സാധനമൊന്നുമല്ല. അതെ.
കോഡിങ്ങിലുള്ള ഡൗട്ട് ചോദിക്കലേ. ആ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ടീം ലീഡർ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പം ഗ്രൂപ്പിൽ ചോദിക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഏത് സാധനം ചെയ്യാൻ അറിയില്ലെങ്കിലും. ഇതിലധികം കൺസെപ്റ്റ് ഒന്നും ഉണ്ട്, ജസ്റ്റ് ഈ ഫെൽസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരാള് ഗ്രൂപ്പ് ചോദിച്ച് കണ്ട് ആ ഡൗട്ട് തന്നെ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ സുഖം. അതന്നെ. പിന്നെ അത്രക്കും കോൺഫിഡൻഷ്യൽ ഡൗട്ട് ആണെങ്കിൽ നിങ്ങളെ ആൻസർ പുറത്ത് വന്നില്ലെങ്കിൽ ഇവിടെ ചോദിക്കേണ്ട, പേഴ്സണൽ ചോദിച്ചു.